ഭൂമിയുടെ മുകളിലുള്ള 8 to 15 kilometers troposphere. 8 to 15 kilometers above the earth is troposphere. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് അടുത്ത 50 കിലോമീറ്റർ, അതിനുശേഷമുള്ള 50 കിലോമീറ്റർ ആണ്. അതിനകത്താണ് ഈ ഓസോൺ ലെയർ നിൽക്കുന്നത്. ആ ഓസോൺ ലെയർ ആണ് നമ്മളെ UV റേസിൽ, അൾട്രാ വയലറ്റ് റേസിൽ നിന്നും എക്സ്റേസിൽ നിന്നൊക്കെ അതിനകത്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ അതിനകത്തുണ്ട്. അതാണ് സ്ട്രാറ്റോസ്ഫിയർ. The next is stratosphere, which is 50 kilometers above, which contains the ozone layer, which protects us from UV rays. മെസോസ്ഫിയർ എന്ന് പറയുന്നത് അവിടെ നിന്ന് 50 കിലോമീറ്റർ തൊട്ട് 50 to 85 കിലോമീറ്റേഴ്സ് വ്യാപരിച്ച് കിടക്കുന്നതാണ്. അവിടെയാണ് ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് -90 ഡിഗ്രിയിൽ, ദ കോൾഡസ്റ്റ് പ്ലേസ് ആണ്. ആ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലമാണ്. -90 അത് വരും. And the next is mesosphere, which spans from 50 to 85 kilometers, where temperature drops to around -90 degrees. അവിടെ നിന്ന് തെർമോസ്ഫിയർ ആരംഭിക്കുന്നു. അവിടെ നിന്ന് 85 കിലോമീറ്റർ തൊട്ട് 600 കിലോമീറ്റർ വരെ ഈ തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയർ. Next is thermosphere, where 85 kilometers to around 600 kilometer. ഇവിടെയാണ് നമ്മുടെ ഈ ടെമ്പറേച്ചർ അങ്ങോട്ട് ഉയരാൻ തുടങ്ങും. ടെമ്പറേച്ചർ ഉയരുന്നത് 2000 ഡിഗ്രി സെൽഷ്യസിലോട്ട് ഈ ടെമ്പറേച്ചർ ഉയരും. Here the temperature rises to almost 2000 degrees Celsius. ഇവിടെ വെച്ചാണ് UV റേസ് അല്ലെങ്കിൽ മറ്റുള്ള റേസുകളെല്ലാം ഇത് കട്ട് ചെയ്ത് ദൂരെ കളയും, ഇല്ലാതാക്കി കളയും. And this is where all the UV rays are cut off. ഞാൻ മുമ്പേ പറഞ്ഞ റേസിനകത്ത് അതിന്റെ താഴെ ഫോംഡ് ആകുന്നതിനെ അവിടെ കട്ട് ചെയ്യും. അപ്പം ഡബിൾ ലെയർ പ്രൊട്ടക്ഷൻ വാസ്തവത്തിൽ അറ്റ്മോസ്ഫിയർ നമ്മൾ താമസിക്കുന്നതിനകത്തുണ്ടെന്ന് ഓർത്തോണം. And the UV rays are cut off in thermosphere. What is still not filtered is cut off in the ozone layer. Remember, we are in double layer protection. അത് കഴിഞ്ഞിട്ടുള്ളതാണ് എക്സോസ്ഫിയർ. രസമുണ്ടല്ലേ, സയൻസ് ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ ഉണ്ടല്ലേ. എക്സോസ്ഫിയർ എന്ന് പറയുന്നത് അവിടെ നിന്ന് 600 തൊട്ട് 10,000 കിലോമീറ്റർ വരെ പോകുന്നതാണ്. വേർ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എസ്കേപ്പ് ഇൻ ടു സ്പേസ്. ശൂന്യതയിലേക്ക് ആറ്റവും മോളിക്യൂളും ഒക്കെ മാറിപ്പോകുന്ന സ്ഥലമാണത്. The last is the exosphere, where spanning from 600 to 1000 kilometers, where atoms disappear. ഇതിനെ ഒന്നാം സ്വർഗ്ഗം എന്ന് വിളിക്കുന്നു. ഒന്നാം സ്വർഗ്ഗം. This is the first heaven. രണ്ടാം സ്വർഗ്ഗമാണ് മിൽക്കി വേ. ഗാലക്സിയിൽ കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. എത്രയോ ആയിരം നമുക്ക് പറയാൻ പറ്റാത്ത വണ്ണം കിടക്കുകയാണ് ഗാലക്സികൾ. നമ്മളൊരു ഗാലക്സിക്കാണ് താമസിക്കുന്നത്, അതുപോലെ കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. അതാ രണ്ടാം സ്വർഗ്ഗം. The second heaven is Milky Way, which are galaxies where thousands of stars are present. മൂന്നാം സ്വർഗ്ഗമാണ് മൗണ്ട് ഓഫ് കോൺഗ്രിഗേഷൻ. സ്വർഗ്ഗാദി സ്വർഗ്ഗം, ദൈവം വസിക്കുന്നു എന്ന് പറയുന്ന ആ സ്ഥലമാണ് മൂന്നാമത്തെ സ്വർഗ്ഗം. And third heaven is a mount of congregation where we say God dwells. ഒരിടത്ത് എഴുതിയിട്ടുള്ളത് പൗലോസ് ശ്ലീഹ മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു എന്ന് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്ന ആ കാര്യമാണ് വാസ്തവത്തിൽ ഒരു 3 സ്വർഗ്ഗമുണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. In Bible it is mentioned in 2 Corinthians chapter 12 about 3 heavens, Paul being taken up to the third heaven. അതുകൊണ്ട് ഈ പഠനമൊക്കെ വന്നത് ഇങ്ങനെ ഒരു എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് എന്താണെന്നുള്ള ഒരു അന്വേഷണവും പഠനമൊക്കെ സംഭവിച്ചത്. And that's how we get to learn or understand these 3 types of heavens. അപ്പോൾ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനകത്ത് ഓക്സിജൻ നമുക്ക് കിട്ടുന്നത്. And because we have atmosphere, ചന്ദ്രനിൽ ഈ അറ്റ്മോസ്ഫിയർ ഇല്ല. Moon doesn't have this atmosphere. ഈ അറ്റ്മോസ്ഫിയറിനകത്ത്, ഈ അന്തരീക്ഷത്തിനകത്ത് ഒരു ശക്തിയുണ്ട്, ഒരു പ്രഷറുണ്ട്. ആ പ്രഷർ വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിലേക്ക്, അല്ലാതെ നമ്മളിരുന്ന് വലിക്കുന്നോണ്ട് കിട്ടുന്നതല്ല, നമ്മുടെ അകത്തേക്ക് ഓക്സിജനെ തള്ളിവിടുന്നത് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. Atmosphere has a pressure that pushes oxygen into us. ആമേൻ, ഹല്ലേലൂയ. ഈ വലിയ ഉൽക്കകൾ, പറയുന്ന ഉൽക്കകൾ എന്ന് പറയുന്നത് മീറ്റിയർ അല്ലെങ്കിൽ പറയുന്ന ഷൂട്ടിംഗ് സ്റ്റാർസ് എന്നൊക്കെ പറയും. ഇങ്ങനെ വാൽനക്ഷത്രം പോലെ ഇങ്ങനെ വരുന്നതിനെയൊക്കെ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ഇത് ഇവിടുത്തെ ഈ പ്രഷർ അറ്റ്മോസ്ഫിയർ അടിച്ചു കളയും. We have big meteors or rocks that come to the atmosphere of Earth. This pressure actually crushes these rocks. എന്നാൽ മൂണിലൊക്കെ ആണെങ്കിൽ ഇത് പോയി വീഴും. കാര്യം അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതുകൊണ്ട് പോയി വീഴുന്നതുകൊണ്ടാണ് മൂണിന്റെ ഫലഭാഗങ്ങൾ ഇങ്ങനെ കത്തിക്കരിഞ്ഞതായിട്ട് നമ്മൾ കാണുന്നത്. But it can fall into the moon, creating big craters or burnt areas. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ ആത്മീയ അന്തരീക്ഷം ശക്തമാണ്. നിനക്കെതിരായി വരുന്ന എല്ലാവിധത്തിലുള്ള ഉൽക്കകളും നിന്നെ കരിച്ചു കളയുമെന്ന്, നിന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു വരുന്ന രോഗങ്ങളെ, നിന്റെ ദാരിദ്ര്യങ്ങളെ, നിന്റെ മനസ്സിന്റെ ബുദ്ധിമുട്ടുകളെ, എതിർപ്പുകളെ എല്ലാത്തിനെയും അടിച്ചു കളയുവാൻ നിന്റെ ആത്മീയ അന്തരീക്ഷം ശക്തമാണ്, നിനക്ക് സാധ്യമാണ്.
If your spiritual atmosphere is strong, it can actually destroy every broken meteors that come against you. ഇന്നത് ഏറ്റെടുത്തിട്ട് പറ ആമേൻ ഹല്ലേലൂയ. എന്റെ ആത്മീയ അന്തരീക്ഷം യേശുവിനോടൊപ്പം ഉള്ളതാകിയാൽ എനിക്ക് വിരോധമായി വരുന്ന സകല മേലെഴുത്തുകളും ആമേൻ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു പോകും. Today morning declare that my spiritual atmosphere is strong to destroy everything that comes against me. എന്ന് പറഞ്ഞാൽ സകല ശത്രുദോഷം ആമേൻ. നീ കബഡി നിർത്തിയപ്പം കണ്ടില്ലേ ശത്രുദോഷം? ആ ശത്രുദോഷം നിന്റെ ആത്മീയ അന്തരീക്ഷം ശക്തമാണെങ്കിൽ അടിച്ചു തെറിച്ചു പോകും. If your spiritual atmosphere is strong, everything of the enemy will be destroyed. കാരണം നിന്നെ തൊടാൻ കഴിയാതെ വണ്ണമുള്ള ആത്മീയ പ്രൊട്ടക്ഷൻ ആമേൻ നിന്റെ മേൽ ഉള്ളത് കൊണ്ട്, ആത്മീയമായിരിക്കുന്ന ഹല്ലേലൂയ ഷീൽഡ് നിന്റെ മേൽ ഉള്ളത് കൊണ്ട് ഒന്നിനും നിന്നെ തൊടാൻ ഒക്കത്തില്ല. Because there is a strong shield of around you, nothing can touch you. ഞാൻ ഇന്നലെ നോക്കിയുണ്ട് ആമേൻ. ഇത് പഠിക്കാൻ വേണ്ടി ശ്രമിച്ച 10,000 കിലോ പ്രഷറാണ് പുഷ് ചെയ്യുന്നത് നമ്മുടെ അകത്തേക്ക് ഈ ശ്വാസം വരാൻ വേണ്ടി എന്നാണ് ആമേൻ ഈ പഠനം പറയുന്നത്. 10,000 കിലോ. When I was അത്രയും പ്രഷറുണ്ട് ഈ അറ്റ്മോസ്ഫിയറിനകത്ത്. 10,000 kilo pressure is present to push the 10,000 kilo of air pressing down on every square meter of surface. ഒരു സ്ക്വയർ മീറ്ററിനകത്ത് 10,000 കിലോ പ്രഷറാ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഓക്സിജൻ കിട്ടുന്നത്. നമ്മളിങ്ങനെ ഇരുന്ന് വലിക്കുമ്പോൾ അതോട്ട് കയറി പോകുന്നത് വേറൊന്നും കൊണ്ടല്ല, സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കി വെച്ചിരിക്കുകയാണ്. നിനക്ക് ആവശ്യമായിരിക്കുന്ന ഓക്സിജൻ ആമേൻ നീ നിൽക്കുന്ന ഒരു സ്ക്വയർ കിലോമീറ്ററിനകത്ത് 10,000 കിലോയിലാണ് വന്നിറങ്ങുന്നത്. There is a perfect atmospheric pressure that God of heaven has designed so that you are able to breathe easily the air into you. 10,000 kilos of pressure in 1 square meter. അതിനേക്കാളും ശക്തമാണ് ഹോളി എയർ, വിശുദ്ധമായ വായു. ആമേൻ. അതാ പരിശുദ്ധാത്മാവിനോട് നീ ബന്ധപ്പെടുമ്പോൾ നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് ഒരു വിശുദ്ധമായ വായുവായിരിക്കും. When you are connected to the Holy Spirit, what you will inhale will be the holy air. ഈ അപ്പോസ്തലപ്രവൃത്തിയിൽ 10-ാം അധ്യായത്തിനകത്ത് നമുക്കറിയുന്ന കാര്യമാണ്. കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് പത്രോസ് കയറി ചെന്ന് അവിടെ സംസാരിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നഴിഞ്ഞിരിക്കും. അവരുടെ മേൽ. We read in Acts chapter 10 when Peter speaks to the home of Cornelius, the Holy Spirit fell upon them. ഫെൽ എന്നുള്ള വാക്കിന്റെ ഗ്രീക്ക് വേർഡ് എഴുതിയിരിക്കുന്ന എപ്പിപിപ്റ്റോ എന്നാണ്. EPIPTO. എപ്പിപിപ്റ്റോ എന്ന് പറഞ്ഞാൽ പ്രസ് അപ്പോൺ. എന്തോ പരിശുദ്ധാത്മാവ് ശക്തിയോടെ. The Greek word for fell is epipito. എപ്പിപിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശൗമേലിന്റെ പുസ്തകം വായിക്കുമ്പോഴും ശൗലിന്റെ മേൽ ശക്തിയോടെ ആത്മാവ് വന്നതാണ്. ശക്തിയോടെ പ്രസ് അപ്പോൺ. The real meaning of the word epipito is press upon. That means come strongly upon you. നമുക്ക് ശ്വസിക്കുവാൻ 10,000 കിലോ പ്രഷറാണ് നമുക്ക് നിൽക്കുന്ന ഒരു സ്ക്വയർ കിലോമീറ്റർ ഉള്ളെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിനക്ക് അളക്കാൻ കഴിയാതെ വേണം അത്രമേൽ ശക്തിയാണ് നിന്റെ മേൽ വന്നിറങ്ങുന്നത്. The power of the Holy Ghost will come powerfully upon you. Hallelujah. Hallelujah. ആ പ്രഷർ ഒരു സുന്ദരമായ, it's a beautiful experience. That pressure is a beautiful അത് experience. ഭാരപ്പെടുത്താനല്ല വരുന്നത്. നീ പോലും അറിയത്തില്ല അത്രമേൽ ശക്തിയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നത്. It is not to burden you, but it is so powerful that comes upon നീ you. ഒന്ന് അനുവദിച്ചു കൊടുത്താൽ that gentle spirit of the Lord, hallelujah, നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന, ആമേൻ, hallelujah, നിന്നെ അനുധാവനം നടത്തുന്ന ആത്മാവിന്റെ ശക്തി നീ ഇരിക്കുന്നിടത്ത് വന്നിറങ്ങുക തന്നെ ചെയ്യും. If you allow that gentle spirit of the Lord, the power of the Holy You Ghost, allow him to flow through you. നിന്റെ മേൽ അത് ഒഴുകുവാൻ നീ അനുവദിച്ചു കൊടുത്ത് let it come upon you. allow him to fall on you. നിന്റെ മേൽ അത് വന്ന് ഭവിക്കട്ടെ യേശുവിന്റെ Let it നാമത്തിൽ. come upon you. ഹല്ലേലൂയ. അവിടെ നിന്റെ സ്വപ്നങ്ങൾ മാറണം, നിന്റെ ദർശനങ്ങൾ മാറണം, നിന്റെ കൃപാവരങ്ങൾ മാറണം, നിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ മാറണം. ആമേൻ. പരിശുദ്ധമായത് നിന്നിൽ സംഭവിക്കണം. നിന്റെ അകത്ത് അത് പ്രശ്നമാകട്ടെ. Let the Holy Spirit come pressing upon you to change your ഇപ്പം dream, തന്നെ ഒരു your vision, and your ദിവ്യമായിരിക്കുന്ന spiritual gifts. ഏറ്റുമുട്ടൽ പരിശുദ്ധാത്മാവിൽ നിന്റെ മേൽ സംഭവിക്കട്ടെ. Let there be a divine encounter with the Holy Spirit. നിന്റെ മേൽ വന്നത് ഭവിക്കട്ടെ Let it fall upon you in Jesus' name. ഹല്ലേലൂയ. അങ്ങനെ ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടായാൽ നിന്റെ ജഡീക ചിന്തയിൽ ആത്മീക ചിന്തകൾ വന്നാൽ അല്ലെങ്കിൽ നിന്റെ ജഡത്തിനകത്തുള്ളതിനെ അത് തള്ളിമാറ്റും. When
When the divine encounter happens, whatever of the flesh will be destroyed. ഹല്ലേലൂയ. നിന്റെ അകത്തിരിക്കുന്ന കോപത്തെ, നിന്റെ അകത്തിരിക്കുന്ന ആങ്കറിനെ അത് തള്ളി പുറത്തോട്ട് മാറ്റും. And it will expel the anger that is in you. ഞാൻ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരിക്കും. പരിശുദ്ധാത്മാവ് എന്റെ അകത്തെ ആങ്കറിനെ തള്ളി പുറത്തേക്ക് മാറ്റി. Holy Spirit, expel the anger nature in me. ദേഷ്യം പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദേഷ്യം വരത്തില്ല, ചിരിയാ വരുന്നത്. കാരണം പരിശുദ്ധാത്മാവ് ദേഷ്യത്തെ തള്ളി പുറത്തോട്ട് മാറ്റി. When I really want to get angry, I get to smile because the Holy Spirit നിന്റെ അകത്തെ കോപത്തിന്റെ ആഗ്രഹം നിന്നെ ഒതുക്കി നിർത്തണമെന്നാണെങ്കിൽ നീ പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാൽ നിന്റെ അകത്തെ കോപം നാണം കെട്ട് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരായി അത് പുറത്തേക്ക് പോകും. If the intention of the anger is to control you or enslave you, if you allow the Holy Spirit അതുപോലെ തന്നെ to enslave എന്തൊക്കെയാണ് നിന്റെ അകത്ത്, എന്തൊക്കെയാണ് കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അതിനെല്ലാം ആത്മാവിന്റെ ശക്തി വന്ന് പുറത്തേക്ക് തള്ളി മാറ്റും. whatever the Lord dislikes that is present in you, when the power of the Holy Spirit comes എന്നിട്ട് എന്താ ചെയ്യുക? ആത്മാവിന്റെ ഫലങ്ങൾ അതിനകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. and the fruit of the Spirit will begin to emit out of you. നിന്റെ വിളിയിലേക്ക് നിന്നെ പ്രസ് ചെയ്യുന്നത്, നിന്റെ ആത്മാവ് നിർബന്ധിച്ച്, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ദൈവത്തിന്റെ വിളിയിലേക്ക് നിന്നെ പ്രസ് ചെയ്ത് കയറ്റും. When the power of the Holy Ghost falls upon you, it will push you or press you to the call of God. ദൈവം വിളിച്ചതാണെങ്കിൽ ബോധ്യമുണ്ടെങ്കിൽ നിന്റെ വിളിക്കകത്തേക്ക് നീ ആത്മാവിനോട് കണക്ട് ചെയ്യാൻ ദൈവം നിന്നെ അതിനകത്ത് പ്രസ് ചെയ്ത് കയറ്റും. If you have a call of God, He will press you to that call. ഈ ദിവസങ്ങൾ അതിനുവേണ്ടിയുള്ള, അതാണ് പറഞ്ഞത്, ഇത് ഡെലിവറൻസിന്റെ മന്താണ്, ഇത് ഗ്ലോറി അൺവീൽഡ് അതൊരു ഇയറാണ്. നിന്റെ വിളിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പുഷ് ചെയ്ത് കയറ്റുക. This is a month of delivery, and God's Spirit will push you into the call of God. And Spirit of the Lord pressing is a daily thing. എല്ലാ ദിവസവും അവന് നമ്മളെ തള്ളുവാൻ, നമ്മളെ ഉന്തിക്കൊണ്ട് പോകുവാൻ അനുവദിക്കണം. The Spirit of God pressing us is a daily call. ആമേൻ. ദൈവത്തിന് ആരായി തീരണമെന്നുള്ള നിന്റെ ആഗ്രഹത്തെ എല്ലാ ദിവസവും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, നിന്നെ ഞാൻ ആരായി തീരണം, അത് തന്നെ ഞാൻ ആകട്ടെ എന്ന് നീ തന്നെ വിളിച്ചു പറയണം. You have to tell the Lord, I want to be who you want me to be. UV റേസിനെ, എക്സ് റേസിനെ തടയുന്ന പോലെ, ആ റേഡിയേഷൻ ഇങ്ങോട്ട് വരാതെ ഒരു ഷീൽഡ് എന്ന് വെച്ച് തടയുന്നത് പോലെ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കൽ വരാതെ വണ്ണം നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നവരെ നീ ആരാധിക്കണം. You must worship the one who protects you like how the UV rays are protected. ഞാൻ ആരെ തീരണമെന്നുള്ള ആ അറിവ് വരുന്നത് ഈ സ്പിരിച്വൽ, ഈ ആത്മീയ അന്തരീക്ഷത്തിൽ കൂടിയാ. It is through this spiritual atmosphere we get the understanding of who we ought to be. അങ്ങനെയുള്ളവർ തിരിക്കാൻ പറയുന്നത്. That's why you have to be in such a place. പോയി വേണ്ടാത്തവരോട് കൂട്ടുകൂടിയ നിന്റെ ആത്മീയ അന്തരീക്ഷം മാറി തീട്ടത്തിന്റെ അല്ലെങ്കിൽ നാട്ടത്തിന്റെ അന്തരീക്ഷമാക്കി മാറ്റും അതിനെ. If you move out of the spiritual atmosphere, you will sit in stinky places and will smell of that. നീ പഴയ കൂട്ടുകെട്ടിനകത്തൊക്കെ പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ കെട്ടിൽ ഒരു നാട്ടത്തിന്റെ, നിന്നെ കുറിച്ച് ഇതുവരെ ആൾക്കാർ പറഞ്ഞ അന്തരീക്ഷത്തെ നീ തന്നെ തച്ചുടച്ച് കളഞ്ഞില്ലേ? If you go back to old friendship, you will begin to stink. ഇത്രയും നാളും നിന്നെ കുറിച്ച് ആൾക്കാർ പറഞ്ഞ സാക്ഷ്യങ്ങൾ അവർ മാറ്റിപ്പറയാൻ ഇടയാകാതെ വണ്ണം ഇന്ന് ആത്മാവിന്റെ പ്രഷറിനകത്തേക്ക് നീ കയറി നിൽക്ക്. നിന്നെ കുറിച്ച് ആൾക്കാർ പറഞ്ഞത്, എന്തോ ഒരു നല്ല വ്യക്തി, എങ്ങനെ മാറിയിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് നീ പിന്നെയും പഴയ കൂട്ടുകെട്ടിനകത്ത് പോയി നിന്റെ അന്തരീക്ഷത്തെ മലിനമാക്കരുത്. Do not give a chance for people to retell the testimony that they already spoke about you by going into the wrong fellowship. നാം ആരായിരിക്കണമെന്നുള്ള അറിവ് കിട്ടുന്നത് ഈ ആത്മീയ അന്തരീക്ഷത്തിനകത്ത് ഇരിക്കുമ്പോഴാണ്. ഇതിനകത്ത് ഇരിക്കുമ്പോഴേ മനസ്സിലാവും ഞാൻ ആരായി തീരണം, ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ ആരായി തീരണം. അത് ഇതിനകത്ത് ഇരിക്കുമ്പോഴേ കിട്ടത്തുള്ളൂ. What I am, what I ought to be, you get an understanding when you are in this spiritual atmosphere. അല്ലാത്തവനോട് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ദാരിദ്ര്യം പറയുന്നതിനോട് പോയിരുന്ന നീ ദരിദ്രവാസിയായിട്ട് മാറത്തേ ഉള്ളൂ. You go to a person who talks about poverty, you will become poor. നെഗറ്റീവ് പറയുന്നവനോട് നീ 10 മിനിറ്റ് നീ നെഗറ്റീവായി പോകും. Be with the person who speaks negative. മരണം പറയുന്നവനോട് 10 മിനിറ്റ് ഇരുന്ന് നീ മരിക്കണമെന്ന് നിന്റെ അകത്ത് ആഗ്രഹം കയറും. Be with person who talks about death, you would also want to die. നിന്റെ തലമണ്ട മുഴുവൻ നീ നിറച്ചു വെച്ചിരിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ, വേണ്ടാധീനമാണെങ്കിൽ, അറിയാതെ നിന്റെ ജീവിതം അങ്ങനെ പോയി നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കും. If you have filled your mind with negative things, your life will turn negative. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി, എന്തുകൊണ്ടാണ് നീല നിറത്തിലിരിക്കുന്ന ആകാശം? Why is the sky blue? ആ സൺലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ടാണ് നീല. അല്ലെങ്കിൽ നീല അവിടെ പെയിന്റ് അടിച്ചൊന്നും വെച്ചേക്കുമല്ല നീല. Nobody has painted it blue, but the sunlight is scattered in the atmosphere. നിങ്ങൾക്ക് സയൻസ് പഠിച്ചവരാണെന്ന് അറിയാലോ, സൺലൈറ്റിനെ ഇങ്ങനെ അങ്ങനെ തുറപ്പിച്ചു നിർത്തിയിരിക്കുന്നുണ്ട്. നമ്മളിവിടെ നോക്കുമ്പോൾ നീലയായിട്ട് കാണുന്നത്.
Because the sunlight is scattered across the atmosphere, it looks blue. ചന്ദ്രനിൽ നിന്ന് നോക്കിയാലും ചന്ദ്രൻ പോയച്ചു നോക്കിയാലും നീലനിറം കാണത്തില്ല. You go to the moon. അല്ലയോ ചന്ദ്രന്മാരെ കേട്ടോ, ചന്ദ്രനായിട്ടിരിക്കാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത് ഈ ആത്മീയ അന്തരീക്ഷത്തിന്റെ ചൂട് പകർന്ന് ഏറ്റെടുത്ത് നിന്റെ വീഴ്ചകൾക്കും താഴ്ചകൾക്കും നിനക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു ആത്മാവിന്റെ ശക്തിയിലേക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. You are called into the power of the Holy Spirit that makes you warm. ആമേൻ. യേശു കർത്താവിന്റെ സൗന്ദര്യം കാണാനും കാണിക്കുവാനും അല്ലേ പരിശുദ്ധാത്മാവ് വന്നത്. The Holy Spirit came to show you and display the beauty of the Lord അത് Jesus. പരിശുദ്ധാത്മാവിലെ സംഭവിക്കത്തുള്ളൂ. It happens only through the Holy Spirit. ആത്മീയ അന്തരീക്ഷം കറക്റ്റ് അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും നിരാശ തന്നെ വന്നുകൊണ്ടിരിക്കും. ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്, എനിക്ക് മാത്രമല്ല ഇങ്ങനെ. If your spiritual atmosphere is not right, you will always be depressed and disheartened. ആത്മീയ അന്തരീക്ഷം ശരിയല്ലെങ്കിൽ മുഖത്തോട്ട് നോക്കിയാൽ അറിയാം. മുഖത്തോട്ടൊക്കെ നോക്കിയാൽ മനസ്സിലാവും. If your spiritual atmosphere is not right, I can make out from your face. അപ്പൊ എന്നെ പറ്റിയും ചോദിക്കുമ്പോഴേ പെട്ടെന്ന് ചിരിച്ചിട്ട് ഒന്നും ഇല്ലെന്ന് പറയും. And when I ask you what happened, നിന്നെ മുഖത്ത് നോക്കിയാൽ അറിയാം. ദൂരേന്ന് ചിലര് നിന്നെ നോക്കുന്നുണ്ടെന്ന് വിചാരിച്ചോണം. Be aware that someone is watching അടുക്ക വന്ന് you നിന്റെ from തമാശ afar. കേട്ടപ്പോ നീ ചിരിച്ചു കാണുമായിരിക്കും. പക്ഷെ ദൂരേന്ന് ചിലര് നിന്നെ വാച്ച് ചെയ്യുമ്പോൾ, നിന്നെ ശ്രദ്ധിക്കുമ്പോൾ നിന്റെ മുഖത്തിന്റെ സൗന്ദര്യം അവർക്ക് മനസ്സിലാകും. Somebody is watching you from afar and can make out how you are. ചില വീട്ടിൽ കയറി ചെല്ലുമ്പോൾ കണ്ടില്ല, ഭയങ്കര ഇരുട്ട് പോലും തോന്നും. Some houses we feel kind of a അത് darkness. എന്തുകൊണ്ട്? ആത്മീയ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട്. No spiritual atmosphere. ആത്മീയ അന്തരീക്ഷം മുറിക്കകത്തോട്ട് കയറിയല്ല അറിയാം ആത്മീയ അന്തരീക്ഷം ഉണ്ടോ ഇല്ലയോ. We make out if there is spiritual എന്തിനു atmosphere പറയാം, in every സ്ത്രീകളെ room. നിങ്ങൾ അടുക്കളയ്ക്കകത്തോട്ട് കയറുമ്പോൾ ആത്മീയ അന്തരീക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നിരാശ തോന്നത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് ഒരു ഭാരമായിട്ട് അവർക്ക് വരത്തില്ല. Even in kitchen, if there is spiritual atmosphere, is cooking is അവർ never a burden. കണ്ടില്ല, സ്പീഡപ്പ് വേഗത്തിൽ കാര്യങ്ങളെ തീർക്കും. കാര്യം അവർ പ്രവർത്തോണ്ടിരിക്കത്തില്ല. ഓന്തോ ഇതെല്ലാം കൂടെ കിടക്കുന്നു കണ്ടില്ല എന്ന് പറഞ്ഞ് അവര് പ്രാഗിക്കൊണ്ടിരിക്കത്തില്ല. മറ്റേ സ്വയമേ പ്രാഗ് എന്ന് തീരും എന്റെ ഈ കഷ്ടം. പാട്ടും എഴുതി വെച്ചിട്ടുണ്ട്, എന്ന് തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലെ. അത് പാടിക്കൊണ്ടാണ് നമ്മള് പാത്രമൊക്കെ എടുത്തു വെക്കുന്നത്. 2 പാത്രം താഴെ വീണ് പൊട്ടുകയും ചെയ്യും, അല്ലെങ്കിൽ ചളുകയും ചെയ്യും. There is no murmuring if there is spiritual atmosphere. When you work in the kitchen, you will be able to do things very fast. You feel like darkness everywhere. എവിടെ നോക്കിയാലും എന്താ തോന്നുന്നു? ഇരുട്ട് പോലെ തോന്നുന്നു, ഇരുട്ടായിട്ട് തോന്നുന്നു. പ്രത്യാശയില്ലാത്ത അനുഭവമാണ് ഇരുട്ടെന്ന് പറഞ്ഞാൽ. You feel a hopeless, dark situation everywhere. Hallelujah. Hallelujah. മാത്രമല്ല നീ ഒരു പെസിമിസ്റ്റ് ആയിട്ട് പറയും. എല്ലാത്തിനും വിപരീതപരമായി ചർച്ച വന്നിരുന്നാലും എല്ലാത്തിനും അങ്ങ് വിപരീതം കാണുക. അതെന്നാ അങ്ങനെ പറഞ്ഞത്, എന്നാ ഇങ്ങനെ പറഞ്ഞത്, വിപരീതമായിട്ട് എന്നിട്ട് എഴുന്നേറ്റ് വയ്ക്കുക. And then you turn out to be a critic or a pessimist. All the time you turn against. ഒപ്റ്റിമിസ്റ്റും പെസിമിസ്റ്റും എന്ന് വെച്ചാൽ അനുകൂലത കാണുന്നതിനെ ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്, എല്ലാത്തിനോട് എതിർത്ത് നിൽക്കുന്നതിനെ പെസിമിസ്റ്റാ. പെസിമിസ്റ്റ് ആകരുത്, കാണുന്നതിനെല്ലാം ചുമ്മാ വെറുതെ എതിർത്തോണ്ട് വരില്ല. Don't be a pessimist, be optimistic. അതിന് നല്ല മിണ്ടാതിരിക്കുക. Better keep quiet. അഭിപ്രായങ്ങളൊന്നും ആരും ചോദിക്കുന്നില്ല, നീ അങ്ങ് അനുഭവിച്ച് അങ്ങിരിക്കുക. Nobody is asking you any opinion. You just എനിക്ക് തോന്നുന്നില്ല ഒന്നും നടക്കുമെന്ന്. അത് നീ പെസിമിസ്റ്റാ. നിനക്ക് ഒന്നും നടക്കത്തില്ല ജീവിതത്തിൽ. I don't think anything good is going to happen. എനിക്ക് തോന്നുന്നേ ഇല്ല. ഇതൊക്കെ നമ്മൾ തീരുമാനിച്ച കൊള്ളാൻ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പോയി. It's good to decide, but I don't think. നിനക്ക് ഇട്ടിരിക്കുന്ന മിഷനിൽ നിന്ന് നീ വിഡ്രോ ചെയ്ത് പോവുക. അർത്ഥം you are withdrawing from the mission. ദൈവം നിന്നെ ആക്കി വെച്ച മിഷനകത്തു നീ പെസിമിസ്റ്റ് ആയാൽ നീ തന്നെ വിഡ്രോ ചെയ്ത് മാറിയിരിക്കും, അവിടെ വയ്ക്കും. If you are becoming a pessimist, you are withdrawing from the mission. നിങ്ങൾ എപ്പോഴും ഓർക്കണം, ചർച്ച് വോണ്ട് ലോസ് എനിത്തിങ്. കൂട്ടായ്മയ്ക്ക് ഒന്നും സംഭവിക്കും. കാര്യം കൂട്ടായ്മ നടന്നുകൊണ്ടേയിരിക്കാൻ പുതിയ ആൾക്കാർ വരും. Remember, the church is not going to lose anything. ലോസ്, ആ വലിയ നഷ്ടം നിനക്കാ, നീ എന്ന് പറയുന്ന വ്യക്തിക്കാ സമയം. നീ അന്ന് തൊട്ട് നിഷേധിയായി മാറും. You are the one who is going to lose because you are turning out to be a rebel. ഞാൻ ഇത് എപ്പോഴും പറയുന്നത്, ചർച്ച മാറി മാറി പോകരുത്. കാര്യം നീ ഇരിക്കുന്നിടത്തിരിക്കുന്നു, നിന്നെ വഴക്ക് പറയാനൊക്കെ അവിടെ ആൾക്കാരെ ആക്കി വെച്ചിരിക്കുന്നു, നിന്നെ കറക്റ്റ് ചെയ്യാൻ ആൾക്കാരെ ആക്കി വെച്ചിരിക്കുന്നു. Do not keep skipping churches. Be in this place. There will be people to correct you here. നീ പെസിമിസ്റ്റ് ആണ്, നിന്നെ ഒപ്റ്റിമിസ്റ്റ് ആക്കാൻ വേണ്ടി നീ അനുകൂലമായി സംസാരിക്കുന്ന ഒരു ഇടത്തിലാണ് നിന്നെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. You are placed in a place so that your pessimism is ഒന്നും നടക്കത്തില്ല. ഈ ജോലിക്കകത്ത് വല്ല, ഈ ബിസിനസ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ കുടുംബമേ ശരിയല്ല, വീട്ടിനകത്തോട്ട് കയറുമ്പോഴേ അങ്ങ് ഭ്രാന്ത് വരിക. അങ്ങനെ ശരിയാകും. പിന്നെ I go mad when I get into this house, and then how will it turn? വീട്ടിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്, ഭർത്താവിന്റെ കാര്യം ഒരുത്തൻ ഇരിപ്പുണ്ട്, ഭർത്താവ് ഒരിക്കലും ശരിയാകത്തില്ല. And then you go speak negatively about your husband. അങ്ങോട്ട് ചെന്നാ മതി, ഇനി അവിടെ വായിലെല്ലാം കൂടെ കേൾക്കണം. അപ്പൊ അവള് ഇത്രയും നാളും പറയാത്ത അമ്മ നല്ല വർത്താനം കൂടെ പറഞ്ഞു കേൾപ്പിക്കും. I go there, she will begin to speak, and if you say that, she will actually begin to speak. ഒന്നും ശരിയാകത്തില്ലെന്നുള്ള ചിന്തയാണ് ഇരുട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുക.
If you think that nothing good is going to happen, darkness is spreading. എന്നാൽ ആത്മീയ അന്തരീക്ഷം ശരിയാണെങ്കിൽ ആമേൻ ഇറ്റ് ഈസ് കളർഫുൾ. ആ കഥ തുറന്ന് മക്കളെ അവിടെ നിൽക്കുന്ന പിള്ളേരെല്ലാം പിടിച്ച് വിട്ടിരുത്തിക്കുക. If your spiritual atmosphere is good, it is colorful. ആമേൻ എല്ലാവരും പിടിച്ച് വിട്ടിരുത്തിക്കുക. കഥവും തുറന്നിട്ട് ചൂട് കുറച്ച് ഇറങ്ങിപ്പോട്ട് അതിനകത്തോട്ട്. അതിന്റെ അർത്ഥം കഥ തുറക്കുന്നത് ചുമ്മാ ഇറങ്ങിപ്പോകാൻ വേണ്ടിയല്ല. അത് നീ സൗകര്യമാക്കിയിട്ട് ഓരോ നാണ്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. പോകാനോ തിരിഞ്ഞു നോക്കണ്ടെന്നാണ് പറഞ്ഞത്. അതിലൂടെ തുറന്നു കിടക്കട്ടെ. കറണ്ട് വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. ചൂട് നിങ്ങൾ അങ്ങ് പിടിക്കാതിരുന്നാൽ മതി. ഞാനും ചൂടിലൊക്കെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ചൂട് ധ്യാനിച്ചു കഴിഞ്ഞാൽ ചൂട് കയറി നിങ്ങൾ ഇപ്പം മുമ്പേ പറഞ്ഞതിൽ 10,000 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിട്ടാണ് മാറും ചൂട്. Don't focus on the heat. പരിശുദ്ധാത്മാവിന്റെ കുളിർമയിലേക്ക് നിങ്ങൾ നോക്കിക്കാം. Get into the coolness of the Holy Spirit. ആത്മീയ അന്തരീക്ഷം ശരിയാണെങ്കിൽ എല്ലാം ശരിയാണെന്ന്. If your spiritual atmosphere is right, നിന്റെ ആത്മീയ അന്തരീക്ഷം ശരിയാണെങ്കിൽ നിനക്ക് ഇതിനെല്ലാം നിനക്ക് കവറപ്പ് ചെയ്യാനുള്ള പരിജ്ഞാനം വിവേകം നിന്റെ അകത്തുണ്ടെന്ന്. If your spiritual atmosphere is right, you have the wisdom and understanding to overcome and cover everything. ആത്മീയ അന്തരീക്ഷം ശരിയാണെങ്കിൽ നിന്റെ വീടിനകത്ത് സകലരും ക്രമക്കെട്ടി കിടക്കുന്ന സകലങ്ങളും ശരിയാകും. If your spiritual atmosphere is right, whatever is in disorder will come to order. ഭയങ്കരമായൊരു ഒഴുക്ക്, ആത്മാവിലുള്ള ഒഴുക്ക് ഓരോ മുറിക്കകത്തും സംഭവിക്കും. There will be a strong flow of the Spirit in every room. ഭയങ്കര സുന്ദരമായ അനുഭവങ്ങൾ, സുന്ദരമായ വാക്കുകൾ നിങ്ങളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. Beautiful words will begin to flow from you. ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോഴത്തേക്ക് ഡിസയേഴ്സ്, നിങ്ങളുടെ അകത്ത് ആഗ്രഹങ്ങൾ നന്നാകണമെന്നുള്ള ചിന്ത വരും. Your desires will begin to increase. കർത്താവ് വലിയത് ചെയ്യണമെന്നുള്ള ഒരു പ്രത്യാശ നിങ്ങളുടെ അകത്തുണ്ടാകും. You get a hope that God will do good things. നെഗറ്റീവ് തോട്ട്സ്, തെറ്റായിട്ടുള്ള ചിന്താഗതികൾ മാറുന്നത് ആത്മീയ അന്തരീക്ഷം ശരിയാകുമ്പോഴാണ്. Negative thoughts are gone when spiritual atmosphere is good. ആമേൻ. വീടിനകത്ത് ആത്മീയ അന്തരീക്ഷം തീർച്ചയായിട്ടും വേണം. ഇതിനെ ഉറപ്പിച്ചോണം. നിങ്ങളുടെ വീടിനകത്ത് വേറെ ഒരു കാര്യം പറയരുത്. ആത്മീയമായ കാര്യങ്ങൾക്കുള്ള ഇടമാക്കി അതിനെ മാറ്റണം. In your house there has to be a spiritual atmosphere. You should not talk anything negatively there. അതാ പറഞ്ഞ ക്രിസ്തുവിന്റെ സൗരഭ്യം അതിനകത്ത് ഒഴുകണം. ആമേൻ. നിങ്ങളുടെ ഭവനത്തിനകത്ത് ആ സുഗന്ധം ഒഴുകണം. Fragrance of Christ should emit in that place. അവിടെ അങ്ങനെയുള്ള ഭവനത്തിനകത്ത് ആരാധന കാണുമെന്ന്. ആരാധനയാ. Such houses will have worship. അങ്ങനെ ഉള്ള ഭവനത്തിനകത്ത് നല്ല ചിരിയും സന്തോഷമായിരിക്കും, ആഹ്ലാദം ഉണ്ടാവും. And such houses will be filled with joy and അങ്ങനെയുള്ള gladness. വീടിനകത്ത് പ്രാർത്ഥന ഉണ്ടാകും. ആരും പറയൊന്നും വേണ്ട. അതിനകത്ത് എല്ലാവർക്കും പ്രയർഫുൾ ആയിരിക്കും എല്ലാവരും. Such houses will have prayer going on. അതിനകത്ത് എപ്പോഴും വചനത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കും. Power of the word will be exercised there. അവിടെ വേണ്ടതിനൊന്നും പറയത്തില്ല. ദൈവവചനത്തിന്റെ ശക്തി എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ അടിപ്പെടാൻ സൗഖ്യമായിരിക്കുന്നെന്ന്. The power of the word is that by his stripes I'm healed. ഈ രോഗം ദൈവം തന്നതാണ്, സ്തോത്രം എന്ന് അവൻ പറയത്തില്ല. അവൻ പറയുന്നത് അങ്ങനെ രോഗം ദൈവത്തിന് തരാൻ ദൈവത്തിന്റെ കയ്യിൽ ഇല്ലല്ലോ. എന്റെ കർത്താവ് സൗഖ്യദായകനാണ്. അവൻ രോഗം തരുന്നവനല്ല. ഉണ്ടായിരുന്ന രോഗത്തെ കൂടെ എടുത്തു മാറ്റുവാൻ അവൻ കാൽവറിയിൽ തകർക്കപ്പെട്ടവനാണ്. അവന്റെ അടിപ്പിടരാൻ ഞാൻ സൗഖ്യമായിരിക്കുന്നു. And you will never say that this sickness is given by God, but you will have the right understanding that He has no more sickness to give us, and by His stripes I'm healed. Hallelujah! Hallelujah! അതിന്റെ അന്തരീക്ഷത്തെ നിന്റെ ഭവനത്തിനകത്ത് ഒരുക്കണമെന്ന്. That atmosphere should be present in your home. മറ്റൊരു കാര്യമാണ്, ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഈ അറ്റ്മോസ്ഫിയറിൽ മാത്രമേ കേൾവി ഉള്ളൂ, കേൾക്കാൻ പറ്റുള്ളൂ. ഹിയറിംഗ് ഈ അറ്റ്മോസ്ഫിയറിലെ സംഭവിക്കത്തുള്ളൂ. Do you know that hearing is possible only in this atmosphere? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് ഈ അന്തരീക്ഷത്തിലായതുകൊണ്ടാണ്. Because we are in this atmosphere, you are able to hear ചന്ദ്രനിൽ me. പോയി സംസാരിച്ചാൽ ആസ്ട്രോനോട്ട്സ് ഒക്കെ അവർ സംസാരിച്ച കേൾക്കത്തില്ല. അവർ റേഡിയോ ഡിവൈസ് ഉപയോഗിച്ചിട്ട് അവർ കേൾക്കുന്നത്. In the moon they cannot talk to each other, they use radio devices. ഇന്ന് ഞാനിപ്പോ കുറച്ച് സയൻസ് കൂടെ ഞാൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, നമ്മുടെ അന്തരീക്ഷം അങ്ങനെ ആയതുകൊണ്ടാണ് ഇത് കേൾക്കുന്നത്. The sound waves are going out and you're able to hear because of the ഒരു മൈക്കും atmosphere. സ്പീക്കറൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് നല്ലതായിട്ട് കേൾക്കാൻ വേണ്ടിയാണ്. എങ്കിലും എന്റെ ശബ്ദം നിങ്ങളുടെ അടുക്കൽ എത്തുന്നത് ഈ അന്തരീക്ഷം അങ്ങനെ ആയതുകൊണ്ടാണ്. The atmosphere helps the sound waves to reach you. ഹല്ലേലൂയ. അതുപോലെ തന്നെ നിന്റെ ആത്മീയ അന്തരീക്ഷം നല്ലതാണെങ്കിൽ നീ ദൈവത്തിന്റെ സ്വരം കേൾക്കത്തുള്ളൂ. If your spiritual atmosphere is good, you will hear the voice of God. ആമേൻ. ഹല്ലേലൂയ. ഇതിനകത്തുള്ള വായുവാണ് എന്റെ ശബ്ദത്തെ നിങ്ങളുടെ ചെവികളിലേക്ക് എത്തിക്കുന്നത്. ഇതിനകത്തെ വായു, അതിന്റെ പ്രഷറാ. The air pressure present here brings the sound waves to you. അതുപോലെ തന്നെ ആത്മീയ അന്തരീക്ഷത്തിനകത്തുകൂടെ ദൈവത്തിന്റെ സ്വരം നിന്നിലേക്ക് വന്ന് കയറുകയാണ്. നിനക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നിന്റെ അന്തരീക്ഷം നന്നായിരിക്കണം.
In the same way, God's voice is coming to you through the spiritual atmosphere. ഹല്ലേലൂയ. Hallelujah. അല്ലെങ്കിൽ പറയാം എനിക്ക് അങ്ങനെ തോന്നുന്നു പറയും, എനിക്ക് നീ തോന്നിയത് നിന്റെ കയ്യിൽ ഇരിക്കത്തുള്ളൂ. ദൈവമല്ല സംസാരിക്കുന്നത്, നിന്റെ തോന്നലാണ്. ആ തോന്നലിനകത്ത് പോകുന്നതുകൊണ്ടാണ് നിനക്ക് തകർച്ചകൾ ഉണ്ടാകുന്നത്. Otherwise you will operate on your feelings and then the end will be destruction. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അന്തരീക്ഷം ശരിയല്ലെങ്കിൽ നമ്മൾ കേൾക്കത്തേ ഉള്ളൂ. ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. God will continue to speak, but if your atmosphere is not good, ദൈവം സംസാരിച്ചത് പലതും ഇന്നും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. what God has spoken is still working. ഹല്ലേലൂയ, ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവം സംസാരിക്കും, നീ കേൾക്കണമെങ്കിൽ നിന്റെ അന്തരീക്ഷത്തെ നീ മാറ്റണം. God is speaking, but you must change your atmosphere for you to hear that voice. ഹല്ലേലൂയ. സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ നിന്റെ ആത്മാവിനെ ക്വിക്കൻ ചെയ്യും. അതിനെ എന്തോ ചെയ്യും? അതിനെ ജ്വലിപ്പിക്കും. The spiritual atmosphere will quicken your spirit. മനസ്സിലായി? നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിനെ, അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറയാം, നിന്റെ അകത്തിരിക്കുന്ന ആത്മാവിനെ ആത്മീയ അന്തരീക്ഷം വന്നെങ്കിൽ മാത്രമേ അത് ജ്വലിക്കത്തുള്ളൂ. The spirit in you will be quickened only അടുത്തിരിക്കുന്ന ആളെ if there is തൊടാനല്ലേ a ഞാൻ spiritual പറഞ്ഞത്? തൊട്ടിട്ടെന്ന് പറഞ്ഞ് atmosphere. നീയും മനസ്സിലായോ? തൊടാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കൊടുത്ത് ഹലോ എന്തുകൊണ്ട് വിശേഷം, നല്ല ഡ്രസ്സായിരിക്കുന്നല്ലോ എന്ന് പറയാനല്ല പറഞ്ഞത്. ഹല്ലേലൂയ. നിന്റെ അകത്തെ ആത്മാവിനെ ജ്വലിപ്പിക്കുന്നത് ആത്മീയ അന്തരീക്ഷത്താലാണ്. The spirit in you, നിന്റെ അകത്തിരിക്കുന്ന ആത്മാവ് ജ്വലിക്കണമെങ്കിൽ ആത്മീയ അന്തരീക്ഷത്തിനകത്ത് നീ ഇരുന്ന് വായം പൊളിച്ച് ചുമ്മാതിരിക്കുകയല്ല. ഈ ആത്മീയ അന്തരീക്ഷത്തിനകത്ത് എന്റെ ആത്മാവിനെ ജ്വലിപ്പിക്കുന്നവൻ ഇതിനകത്തുണ്ട്. your spiritual atmosphere is quickened if you are, your spirit in you is quickened if you are in spiritual atmosphere. അല്ലെങ്കിൽ ബ്രദറുകാരനായിട്ട് അവിടെ ഇരിക്കും, ബ്രദറിനായിട്ടിരിക്കും. Don't remain like a brethren. വേർപാടൊക്കെ കൊള്ളാം, പക്ഷെ ബ്രദറൻ ചിന്തയിലായിരിക്കുന്ന ആത്മാവ് ഉണ്ടോ? You're still doubting if there is നിന്റെ spirit. അന്തരീക്ഷം അങ്ങനെ ഇരിക്കും. Your atmosphere will remain that way. ഇവിടാണ് നമ്മൾ ക്രിസ്തീയ പാപ്പരത്വം എന്ന് പറയുന്നത്. ആത്മാവ് നമുക്ക് എല്ലാം നൽകാൻ തയ്യാറാകുമ്പോൾ നീ പാപ്പരായിട്ടിരിക്കും. When the spirit is willing to give you everything, you are remaining like a pauper. ആത്മീയ സൂപ്പർ നാച്ചുറൽ ആയ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിന്റെ ആത്മീയ അന്തരീക്ഷം ശരിയായിട്ടിരിക്കണം. But for you to have supernatural things, your spiritual atmosphere should be right. ശരിയായ അനുതാപത്തിൽ, ആ കറക്റ്റ് ടെമ്പറേച്ചറിനകത്തോ ദൈവം ഇതെല്ലാം നിർത്തിയിരിക്കുന്നത്. ശരിയായ അനുതാപത്തിൽ ഭൂമിയിലെ അന്തരീക്ഷം നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ തണുത്ത് മരച്ചു പോകാത്ത. ഇപ്പം തണുപ്പെല്ലാം കൂടെ ഇറങ്ങി നമ്മൾ ചത്തുപോയനെ. God has maintained a right temperature here in the atmosphere so that we are not destroyed. ദൈവം തന്റെ മക്കൾക്ക് ജീവിക്കുവാനുള്ളൊരു ഒരു അനുതാപത്തിലുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ആത്മീയ അന്തരീക്ഷം മനസ്സിലായി. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ ആത്മീയ അന്തരീക്ഷത്തിൽ കയറി നീ പറയുന്ന ചൂടൊന്നും വരത്തില്ലെന്നേരം. God has kept everything congenial for the children of God to thrive and sustain in this atmosphere. അപ്പൊ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് പറയും, ഞാൻ ഇരിക്കുന്ന ആത്മാവിന്റെ മണ്ഡലത്തിലായതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. So when you are in the right spiritual atmosphere, none of these things will affect me. ഇതൊന്നും എന്നെ ബാധിക്കത്തില്ലെന്ന് ഞാൻ എന്നോട് പറഞ്ഞ ഇവല്ലോ എന്നെ ബാധിക്കുമോ? If I tell myself that none of these things will affect me, will it affect me? അതുകൊണ്ട് സങ്കീർത്തനം പറയും, ഒരു ബാധ നിന്റെ കൂടാരത്തിന് വരുന്നത് നമ്മൾ ബാധ വരാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഈ ചൂടിനെ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറയാം, നീ വലിയ ചൂടുകാരനാണെന്ന് എനിക്ക് മനസ്സിലായി, ചൂടാ ചൂടാ ചൂടാ. No disaster will come near your tent, says the Psalms, but are we meditating on what disaster is going to come? ഈ അറ്റ്മോസ്ഫിയർ നമുക്ക് ജീവിക്കാൻ ദൈവം ഒരുക്കുകയാണെങ്കിൽ അതിനകത്തൊരു ആത്മീയ അറ്റ്മോസ്ഫിയറിനെ ഒരുക്കി നമ്മുടെ ആത്മീയ സന്തോഷത്തിന് വേണ്ടി. And this atmosphere God created for our life and sustenance. God also created a spiritual atmosphere for our spiritual sustenance. ശ്രദ്ധിച്ചേ, നിങ്ങൾ ഞാൻ തണുത്തു മരച്ചു പോകാതിരിക്കാനാണ് ആ ചൂട് ക്രമമായിട്ടിരിക്കുന്ന ചൂടിനകത്ത് നിർത്തിയിരിക്കുന്ന അന്തരീക്ഷം. So that we won't be cold and we die, God has kept us in a warm spiritual atmosphere. അതുപോലെ നിന്റെ ശത്രുക്കൾ നിനക്ക് വിരോധമായി പദ്ധതികൾ ഒരുക്കുമ്പോഴും നീ ഇല്ലാതായി പോകാതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അവൻ നിന്നെ അവന്റെ ചൂടിനകത്ത് പൊതിഞ്ഞ് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നെ മറച്ചു പിടിച്ചിരിക്കുകയാണ്. God has covered you in His love so that He prepares a table before in the presence of your enemies. ആമേൻ. ഇപ്പോൾ അവിടെയൊക്കെ ഇരുന്നുകൊണ്ട് അവൻ ചെയ്ത നന്മകളെയൊക്കെ ഓർത്ത് അവന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് begin to thank God for His love. ആമേൻ. അവന്റെ കൃപയ്ക്കായിട്ട് നന്ദി പറഞ്ഞ് begin to thank God for His grace. ഹല്ലേലൂയ. എന്റെ വലിയൊരു പ്രാർത്ഥന ചോദിച്ചാൽ ഈ ചർച്ചിനകത്ത് വരുന്നവർ മുഴുവനും ഹല്ലേലൂയ ഈ ആത്മീയ അന്തരീക്ഷത്തിൽ നിലനിൽക്കണം.
It is my desire that all who come to church will remain in this spiritual നീ atmosphere. ദൈവത്തോട് വിശപ്പുള്ളവനായിട്ട് നീ ഇരിക്കണം. You should be hungry for God. നീ എന്തെങ്കിലും ചെയ്തു, നീ കച്ചവടം ചെയ്തോ, നീ ജോലി ചെയ്തോ ഒക്കെ വേറെ കാര്യം. പക്ഷെ നിന്റെ അകത്ത് പ്രയോറിറ്റി, ഒന്നാമത്തെ മുൻഗണന എനിക്ക് ദൈവത്തോട് വിശപ്പുണ്ടായിരിക്കണം. Your highest priority should be hunger for God. അല്ലെങ്കിൽ നീ എന്ത് പറയും? എല്ലാവരും ഈ നിങ്ങൾ ശ്രദ്ധിക്കണം, ആത്മീയ നേതൃത്വങ്ങൾ ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പുറകെ നടക്കാനൊന്നും അവർക്ക് സമയം കാണത്തില്ല. എപ്പോഴും നീ നിന്നെ ശരിയാക്കി എടുത്തോണം. You have spiritual leadership, but they may not have time to come behind you. You have to correct yourself. 2 ദിവസമേ ചോദിക്കാൻ പറ്റുള്ളൂ, 3-ാമത്തെ ദിവസം ചോദിക്കാൻ നിനക്ക് ഇഷ്ടമല്ലെന്നും അറിയാം. അതുകൊണ്ടാണ് ചോദിക്കാത്തതും. നീ നിന്നെ അന്തരീക്ഷത്തിൽ നിർത്തിക്കോണം, അല്ലെങ്കിൽ നീ നിൽക്കുന്നിടം പോലെ നീ അറിയത്തില്ല. You have to keep yourself in that atmosphere, otherwise you won't know in what atmosphere you ഞാൻ are in. അതുകൊണ്ടാണ് ഇവിടെ കൃപയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ കാലങ്ങൾ അത്ര 10-15 വർഷമായി ദൈവകൃപയുടെ സവിശേഷത പറഞ്ഞു വന്നത് നീ ആ ദൈവകൃപ അനുഭവിക്കുന്ന വ്യക്തിയായി തീരണം. That's why I've been speaking about grace, so that you should experience that grace. ദൈവത്തിന്റെ നീതിയെ കുറിച്ച് ഇത്രയും നാളുകൾ പറഞ്ഞത്, നീ ദൈവത്തിന്റെ നീതി നിന്റെ മേൽ വന്നിരിക്കുന്നു, നീ ദൈവത്തിന്റെ നീതിയാ. All these years I've been talking about the righteousness of God, because His righteousness has come upon you, and you are His righteousness. അവിടെയാണ് നിന്റെ വിശ്വാസം വർദ്ധിക്കത്തുള്ളൂ. That is why I speak. നിങ്ങൾ എന്റെ മെസ്സേജുകളെല്ലാം കേൾക്കുക. ഞാൻ പറയുന്ന നിനക്ക് നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യം നിന്റെ വിശ്വാസത്താൽ നീ ഉളവാക്കിക്കൊണ്ടുവരും. That's how your faith increases. Hallelujah. Hallelujah. അതിനെ നിങ്ങളെ ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം പഠിപ്പിച്ചത്, പുത്രത്വം പഠിപ്പിച്ചത്, രാജ്യത്വം പഠിപ്പിച്ചത് അതിനു വേണ്ടിയാ. That's why I taught you discipleship, sonship and kingship. അവിടെയാണ് മെസ്ബോദാബോ ഉദാബ്രോ വദ്റൂഹോ കാദീശോ തൃത്വം എന്താണെന്ന് പഠിപ്പിച്ചത്. That's where I taught you Mesma, Dabo, Udabrok, Vadru, Kadisho, the Trinity. ആമേൻ. ആരാധന എന്ന് പറയുന്നത് നിലനിൽക്കുന്ന തൃത്വത്തിന്റെ മേലുള്ള ആരാധനയെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വന്നില്ലേ? Didn't you get an understanding of the worship of the Trinity? നിലനിൽക്കുന്ന ആരാധനയാണ് തൃത്വ ആരാധന. Trinitarian worship is something that will last. നിലനിൽക്കുന്ന പ്രാർത്ഥനയാണ് തൃത്വത്തിന്റെ മേലുള്ള പ്രാർത്ഥന. Prayer of the Trinity is the something Where that you lasts. honor God, ദൈവത്തെ നീ സ്തുതിക്കുന്നത്, ബഹുമാനം കൊടുക്കുന്നത്, ആരാധിക്കുന്നത് ഇവൻ ത്രിയേക ദൈവമാണെന്ന് അറിയുന്നത് കൊണ്ടാണ്. You honoring and worshiping a triune God. ഇതിന്റെ പേര് ഇതൊരു ഒതന്റിക്കൽ ലൈഫ് സ്റ്റൈലാണ്. വേറെ ആർക്കും അറിയാൻ വയ്യാത്ത കാര്യം. നിങ്ങൾ സംസാരിച്ചു നോക്ക്, എല്ലാരും പപ്പ വെക്കുമ്പോ നിന്റെ അകത്തൊരു അറിവ് വന്നില്ലേ? When people are confused, you got an authentic knowledge and understanding about the Trinity. You ask pastors, അവർ മിണ്ടത്തില്ല, അവർക്ക് അറിയത്തില്ല. Where you have this knowledge of Trinity. Even pastors do not have the understanding of Trinity. അറിയാൻ വയ്യാത്തടത്ത് നിന്റെ അകത്ത് ആമേൻ ദൈവം അത്ഭുതങ്ങളെ ചെയ്തില്ലേ? God has done a miracle when you had no knowledge. Hallelujah. നിന്നെ പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാ? Why did God ആ teach you? അറ്റ്മോസ്ഫിയർ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ലൈറ്റിട്ട് അറ്റ്മോസ്ഫിയർ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. Because there is an atmosphere. Hallelujah. ഇന്ന് Hallelujah. രാവിലെ കർത്താവിന്റെ കരമൊക്കെ ഉയർത്തിട്ട് പറ ഹല്ലേലൂയ. I thank God for this church. ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്കായി ഞാൻ നന്ദി പറയുന്നു Thank കർത്താവേ. God for this church. അപ്പൊ എന്നെ കുറ്റം വിധിക്കാൻ വന്നാൽ എങ്ങനെ ഇരിക്കും? നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ആ ചങ്ക് പൊട്ടി ഞാൻ ഇവിടെ കിടന്ന് ഈ പറയുന്നത്. I am breaking my heart and telling you so that you will come up in life and don't criticize When me. you honor God, you will honor each other. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം വരുന്നത് ബഹുമാനിക്കേണ്ടവനെ ബഹുമാനിക്കുന്നത് കൊണ്ട്. When you honor God, you will be able to honor each other. ഒരു ജനറസ് അറ്റ്മോസ്ഫിയർ കൊടുക്കുവാനുള്ള, ഉദാര മനസ്കരായി തീരുവാനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായി. A generous atmosphere is created in this place. ഹല്ലേലൂയ. നീ കൊടുക്കുന്ന വ്യക്തിയായി തീരുന്നതിന്റെ കാര്യം ഇതിനകത്ത് ഒരു അന്തരീക്ഷം അങ്ങനെ കിടക്കുന്നുണ്ട്. Because there is an atmosphere here, you became a generous person. And you are now able to discern the atmosphere. അന്തരീക്ഷം എന്താണെന്ന് നീ എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകുന്നില്ലേ? And because of that, you are able to discern the atmosphere when you are in നിങ്ങൾ some other ശ്രദ്ധിച്ച്, place. നിങ്ങൾ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുന്ന ഉടനെ ആ വീടിന്റെ അന്തരീക്ഷം എന്താണെന്നുള്ള അവിടെ വ്യക്തികളെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. You step into a house, look at the face of the people, you know what the spiritual നിങ്ങൾക്ക് atmosphere മനസ്സിലാവും is അവരുടെ like. സ്പിരിച്വാലിറ്റി, അവരുടെ ആത്മീയ ജീവിതം എങ്ങനെയുണ്ടെന്ന് ആ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Look at their face, you will know how their spiritual life is. അവിടെ ഭയങ്കര വഴക്ക് വന്നുകൊണ്ടിരിക്കുക. നമ്മളെ കാണുന്നുണ്ട് പെട്ടെന്ന് ചിരിച്ച് എപ്പോഴാ വന്നെന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് കാണും. അന്തരീക്ഷത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ മനസ്സിലാവും. Maybe there was a huge fight going on. When they see you, they suddenly smile. You can easily find out if there was a good spiritual atmosphere there. ഫൈനലി വന്നിട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് പോലും വിളിക്കത്തില്ല. വിളിക്കാത്തതിന്റെ കാര്യം ആത്മീയ അന്തരീക്ഷം തകർച്ചയിലേക്കാ പോകുന്നത് നിങ്ങൾ വിചാരിച്ചോണ്ട് നിങ്ങൾ 2 പാട്ടൊക്കെ പാടുന്നുണ്ടായി. പക്ഷേ ഇൻവിറ്റേഷൻ സ്റ്റോപ്ഡ്. People are not even inviting you to their house because the spiritual Because you atmosphere is going forget to down. honor. മാനിക്കാൻ നീ മറന്നു പോകുന്നു. Because you are forgetting to honor people of God.
ദൈവത്തിന്റെ ആൾക്കാരെ നീ ഓണർ ചെയ്യാത്തപ്പോ ദൈവത്തെ ഓണർ ചെയ്യാത്തതിന് തുല്യമായിട്ട് അത് മാറുന്നത്. When you don't honor the people of God, it's equivalent to not honoring God. 2 കൊരിന്ത്യർ 2:14 നീ ശത്രുക്കളുടെ ഇടയിലാണെങ്കിലും നീ മിത്രങ്ങളുടെ ഇടയിലാണെങ്കിലും നശിക്കുന്നവരുടെ ഇടയിലാണെങ്കിലും ആമേൻ ഹല്ലേലൂയ ദുഷിക്കുന്നവരുടെ ഇടയിലാണെങ്കിലും രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും നീ എങ്ങനെ ഇരിക്കണം? ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായിട്ടിരിക്കണം. You should be the fragrance of God amongst those who are being saved and those who are being perished. Hallelujah. Hallelujah. എന്ന് പറഞ്ഞാൽ wherever you go, you are the fragrance of Christ. ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ് നീ. Which means wherever you are, ഇന്നൊരു ആഗ്രഹം വരട്ടെ. I want to be that fragrance of Christ. Atmosphere-നകത്ത് അത് that is very personal. And you need to have a desire to be the fragrance of അങ്ങനെ God. ആഗ്രഹിക്കുന്ന ആ അന്തരീക്ഷം വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിപരമായിട്ട് മനസ്സിലാക്കണം. എനിക്ക് അങ്ങനെ ആയിരുന്നാലേ ഒക്കത്തുള്ളൂ. You need to have the desire that personally that I should be that way. എല്ലാവരും എന്തൊക്കെയോ വഹിക്കുന്നുണ്ട്. ഏതാണ്ടൊക്കെ കൊണ്ട് നടക്കുക. Everyone is carrying something. നീ വഹിക്കുന്ന എന്താണെന്ന് നിനക്ക് തന്നെ മനസ്സിലായിട്ടില്ല. എന്തോ നീ ചുമക്കുന്നു അത് നിനക്ക് അറിയത്തില്ല. You don't know what you're carrying. നീ വഹിക്കുന്ന എന്താണെന്ന് അറിയണമെങ്കിൽ വേറെ 2-3 പേരോട് ചോദിക്കണം. You should ask someone to find out what you're really carrying. ഞാൻ വീട്ടിലോട്ട് കയറി വന്നപ്പോ നിങ്ങൾക്ക് എന്തോ തോന്നിയെന്ന് ചോദിച്ചാൽ മതി, അവർ പറയും കറക്റ്റ്. You should ask them, what did you feel when I came to your house? ഞാൻ രാവിലെ ഞാൻ വീട്ടിലോട്ട് വന്നില്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്തോ തോന്നിയത്? അവര് കറക്റ്റ് പറയും, നീ എന്തോ വഹിക്കുന്നെന്ന് അവര് പറയും. What did you feel when I came to your house? That shows what they carry. അവര് ഇങ്ങനെ പറയാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വഹിക്കാനാ നീ വന്നതെന്ന് പറയാതിരിക്കട്ടെ. I pray that they won't say you've come to take us off. മനസ്സിലാവുന്നുണ്ടോ? ആക്ച്വലി വാട്ട് യു ക്യാരി, നിങ്ങൾ വഹിക്കുന്ന ആത്മീയ അന്തരീക്ഷം എന്താണ്? What is the atmosphere that അത് നിങ്ങൾ പോകുന്നിടത്ത് അത് വെളിപ്പെടും. That will be revealed in the place where അവിടെ ചെന്നിരുന്ന 14 പേർ കുറ്റവും പറഞ്ഞ് അപ്പോഴേ വഹിക്കുന്നതെന്ന് മനസ്സിലാവും. If you are going to a house and speaking ill of others, അവർ ആത്മീയരാണ്. സ്വതന്ത്രം പറയാം, ആരാധനയൊക്കെ വരും, കൈയും പൊക്കി നിൽക്കും, എന്നിട്ട് പ്രസംഗത്തിന്റെ സമയത്ത് ഇരുന്ന് ഉറങ്ങുകയും ചെയ്യും. Very spiritual. During worship, you lift up your hands but sleep through the message. ഈ വചനമാണ് നിന്നെ തിരുത്തുന്നത്. വചന സമയത്ത് നീ ശ്രദ്ധയോടെ ഇരുന്നില്ലെങ്കിൽ നിന്റെ ആത്മീയ അന്തരീക്ഷത്തെ നിനക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കത്തില്ല. It is the word that corrects you, and if you're not paying attention, it cannot do the work in you. Do you know something? Some people carry fear. ഭയമാണ് അവരുടെ അകത്തിരിക്കുന്നത്. അതുകൊണ്ട് അവർ വേണ്ടാതീനം പറയുന്നത്. Some people carry fear and they talk negatively. Some people carry unbelief. അവരുടെ അകത്ത് അവിശ്വാസം. അവരുടെ അകത്തൊക്കെ ഒന്നുമില്ല. സ്തോത്രം പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം പറയുമ്പോൾ തന്നെ അവന്റെ അകത്ത് അവിശ്വാസമായി ഇരിക്കുന്നത്. Even when you are praising God, there is unbelief in you. പിന്നെ 100,000 പ്രസംഗം അങ്ങ് കേൾക്കുമല്ലേ, അവിടെ ഇവിടെ എല്ലാം പോയിച്ച് അതും ഇതും നോക്കിയെല്ലാം നീ വായിച്ചു പഠിച്ച് നീ പിഴച്ചു പോത്തേ ഉള്ളൂ. പിഴച്ചു പോകും, നീ അഹങ്കാരിയായിട്ട് മാറും. And then you are looking here and there and ഉള്ള talking പുസ്തകം unnecessary എല്ലാം വായിക്കുക. things. ഉള്ള പുസ്തകം പണ്ടൊക്കെ പുസ്തകം വായിച്ച് അങ്ങ് വായിക്കുക, പ്രസംഗങ്ങൾ കാണാതെ പഠിക്കുക. എന്തോ എടുക്കാനാ? എന്നിട്ട് ചെയ്യാനാ? What is the use of learning all the messages by heart? With knowledge, അറിവ് കൊണ്ട് നീ ചീർത്തു പോകും. ആത്മാവിനൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. The spirit won't be able to do anything. You will be puffed up with knowledge. എന്നോട് ഭാഗം എന്തോ പറഞ്ഞു, ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം വേദോസ്തം വായിക്കുന്നു. വായിച്ച് നീ ഗുണം പിടിച്ചോ? I've been reading the Bible. നീ വായിച്ചിട്ട് നിന്റെ വീട്ടിനകത്തെ അവസ്ഥകൾക്ക് ഭേദം വന്നോ? Is your atmosphere in the house changed after reading? നീ വേദോസ്തം നീ വായിക്കുന്ന ക്ലെയിം ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിൽ എവിടെങ്കിലും ഒരു അടുക്കും ചിട്ട ഉണ്ടായോ? You claim to be reading the Bible. Is there an order in your own life? നീ ഭയങ്കരമായ വ്യക്തിയാണെന്ന് നീ പറയുമ്പോൾ നിന്റെ ലൈഫിനകത്ത് ആരെങ്കിലും ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? When you say that you are a great person, is there anybody to encourage you and clap hands for you? ഈ പ്രസംഗമൊക്കെ അറിയാമായിരിക്കാം, പറയാനൊക്കെ അറിയാമായിരിക്കാം, പക്ഷെ അകത്ത് ക്യാരി ചെയ്യുന്ന അൺബിലീഫിറ്റ് ഒന്നും നടക്കത്തില്ല. ഒന്നും നടക്കാൻ പോകുന്നില്ല. You know how to preach, but you പോകുന്നേ ഉള്ളൂ. ചുമ്മാ വെറുതെ ചർച്ചിൽ പോകുന്നേ ഉള്ളൂ. You carry unbelief. You go to church carrying unbelief. അത് ചെന്നില്ലെങ്കിൽ പാസ്റ്റർ ചോദിക്കുമല്ലോ വിചാരിച്ച് ചുമ്മാ പൊക്കി എടുത്തോണ്ടിങ്ങോട്ട് വരുന്നത്. Because pastor will ask where I am, so I'm ഒത്തിരി നാളായില്ലേ അവിടെ നിന്ന് പോയിട്ട് ഒന്നൊന്ന് പോയേക്കാം. It's been a long time since I visited church. ചിലരങ്ങനെ മാവേലി പോലും വരുന്നവരെന്ന് വെച്ചാൽ അൺബിലീഫാണ് ക്യാരി ചെയ്യുന്നത്. അകത്ത് അവിശ്വാസം വന്നിരിക്കുന്നത്. ചുമ്മാതിരിക്കാം, കേൾക്കാം, നോക്കട്ടെ. Are you carrying unbelief when you come to church? എത്ര നെഗറ്റീവ് അന്തരീക്ഷമാണെങ്കിലും നിന്റെ മേലുള്ള ക്രിസ്തുവിന്റെ സൗരഭ്യം മനസ്സിലാക്കണം. നീ ചെന്നിരിക്കുന്നിടത്തെ നശിച്ച അന്തരീക്ഷത്തെ മാറ്റാൻ കഴിയും. No matter how terrible the atmosphere is, the fragrance of God Christ that you carry can destroy the negative atmosphere in the place. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ചെല്ലുന്ന ഒരിടത്ത് ഭയങ്കര
ഭയങ്കര നെഗറ്റീവ് അന്തരീക്ഷമാണെന്ന് വിചാരിച്ചു. ഭയങ്കര വഴക്കൊക്കെ നടന്നിരിക്കുക. Assume that the place where you go there is a big negative atmosphere. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്ന പറഞ്ഞേ അവിടെ നിങ്ങളിലെ ക്രിസ്തുവിന്റെ സൗരഭ്യം ഒഴുകാൻ തുടങ്ങും. When you go there, the fragrance of Christ will begin to flow in that place. അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്ന പറഞ്ഞാൽ നിങ്ങൾ പറയാം ഞാൻ കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ എന്തോ വരുന്നു വലിയ ശബ്ദമൊന്നും നിങ്ങൾ പറയത്തില്ല. നിങ്ങൾക്ക് ബോധം, ആത്മീയ ബോധ്യത്താൽ അതിനകത്ത് നടന്ന വിഷയങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അകത്തെ സമാധാനത്തെ ഒഴുക്കാൻ തുടങ്ങും. You won't accuse the people there, but with the right knowledge and understanding, with spiritual understanding, you will reveal the problem there and spread the fragrance. പ്രശ്നങ്ങൾ പഠിക്കാൻ ചെല്ലുന്ന വ്യക്തിയല്ല, നിങ്ങളുടെ മേലുള്ള സൗരഭ്യത്തെ ഒഴുക്കാൻ ചെന്ന വ്യക്തിയാണ്. You are not there to analyze the problem, but to let the fragrance of Christ flow in the place. Because you are more than a conqueror. Amen. Hallelujah. നിങ്ങൾ ഏറ്റവും പൂർണ്ണ ജയാളികളാണ്. നിങ്ങൾ ഏറ്റവും വലിയ ജയം പ്രാപിച്ച വ്യക്തിയാണ്. Because you are more than a conqueror. മക്കളെ, പൊന്നുമോളെ, ജീനാമേ, നീ പൂർണ്ണ ജയം പ്രാപിച്ച വ്യക്തിയാണ്. You are more than a conqueror. കൈ കൊടുക്കാൻ ഞാനിങ്ങനെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ കൈ പിടിച്ച് രസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ കൈ കൊടുത്തേച്ച് പറയണ നിന്നെ കണ്ട നീ പൂർണ്ണ ക്രിസ്തുവിലുള്ള പൂർണ്ണ ജയം പ്രാപിച്ച വ്യക്തിയാ. You are more than a conqueror. Shake hands with each other and say that. ദൈവമേ, ഞാൻ മലയാളം അല്ല ഈ പറഞ്ഞ, ഉറുദു അല്ല സംസാരിക്കുന്നത്. ഒന്ന് മുഖത്തോട്ട് നോക്കിയിട്ട് പറയാം, ആ കൈ കൊടുക്കുന്ന കാണുമ്പോഴേ തന്നെ പഴം പോലെ കൈ കൊടുക്കാതെ ശക്തിയിൽ കൊടുത്തേച്ച് പറയാം നിന്നെ കണ്ടാൽ നീ പൂർണ്ണ ജയം പ്രാപിച്ച വ്യക്തിയാണ്. നിന്നെ കണ്ട ഒരു ഭാഷയും അറിയത്തില്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്റെ ബോഡി ലാംഗ്വേജ് കണ്ടു മൊത്തം പിടിച്ചടിച്ചേച്ച് പറയാം, യെസ് പപ്പ, യു ആർ മോർ ദാൻ എ കോൺക്കറർ. You have to catch hold of my language and say I am more than a നിനക്ക് നന്നായിട്ട് വർഷിപ്പിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അകത്തൊരു ഇൻപുട്ട് ഉണ്ട്. പക്ഷെ നിന്റെ കൂടെ നീ പൊളിച്ചില്ലെങ്കിൽ അത് പുറത്ത് നീ ഇറങ്ങി വരത്തില്ല. You have something in you that can enhance വർഷിപ്പിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്ന ഒരു സ്റ്റഫ് നിന്റെ അകത്തിരിപ്പുണ്ട്. പക്ഷെ നിന്റെ അന്തരീക്ഷത്തെ മാറ്റാതെ, you have to change your atmosphere. നിന്റെ അന്തരീക്ഷത്തെ മാറ്റാതെ അത് പുറത്തോട്ട് ഒഴുകത്തില്ല. If you don't change your atmosphere, it will not come out of you. ഞാൻ ചിലരോട് കരഞ്ഞു പറഞ്ഞു, നീ ചർച്ചയിൽ വരണേ, എടാ മോനെ നീ ചർച്ചയിൽ വരണേ, കുഞ്ഞെ നീ ചർച്ചയിൽ വരണേ, മക്കളെ നീ ചർച്ചയിൽ വരണേ, നിന്റെ ഇല്ലായ്മയുടെ മേൽ ദൈവത്തിന്റെ മന്നബന്ധം. I keep begging to some people, come to church, come to church, come to church, because God's greatness should flow into your life. എടാ നീ സമയത്തിന് വന്നാൽ, നീ അതിനകത്ത് ഇരുന്നാൽ ഇതുവരെ നീ കാണാത്തൊരു അന്തരീക്ഷം നിന്റെ ജീവിതത്തിനകത്തുണ്ട്. If you come on time to church, what you have never seen will be seen in your life. Hallelujah. Hallelujah. എനിക്ക് പാസ്റ്റർ രഞ്ജൻ ഇരിക്കുന്നതുകൊണ്ട് പലതും പറയാൻ എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. I'm afraid to speak everything before Pastor Ranjan. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സയൻസ് പരമായിട്ടുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആള് നോക്കും, ChatGPT നോക്കും. If I speak anything scientific, he will cross check. ഞാൻ രണ്ട് വാക്കുകൾ പറയാൻ പോവാണ്. നിങ്ങൾ ഇന്ന് തീരുമാനിച്ചോ. ഈ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയുള്ള? What is a thermometer used for? ഇവിടെ അതിന്റെ ഇടയിൽ എന്തുവാ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? What is thermometer? തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങോട്ട് നോക്കൂ, താഴെ നിന്ന് പറക്കുന്നത്. അത് നോക്കി. അതിനെ ഞാൻ ഇതൊക്കെ നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തിട്ടാ പറയാം. തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ ഞാൻ രാജാനോട് ചോദിക്കും. ടെമ്പറേച്ചർ മെഷർ അളക്കാൻ ഉപയോഗിക്കുന്നതിന്റെ പേരാണ്. നിനക്ക് പനിയുണ്ടോ ഇല്ലയോ നോക്കുന്ന തെർമോമീറ്റർ വെച്ചിട്ടാ. തെർമോമീറ്റർ എവിടെ വെക്കും? വായിലൊക്കെ പണ്ട്. ഇപ്പം വായിലോട്ട് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവർ ഓടിച്ച് ദൂരെ കളയും. അതൊന്നും വേണ്ട. അല്ലാതൊക്കെ ഒത്തിരി ഡിവൈസുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഗണ്ണുണ്ട്. ഇവിടെ ഞങ്ങളാണെങ്കിൽ ഞങ്ങളെല്ലാം ഡോക്ടേഴ്സ് ആയിരുന്നു കോവിഡ് സമയത്ത്. മിന്നാമോളായിരുന്നു ഇവിടെ ഡോക്ടർ. അവളെ നോക്ക് പനിയുണ്ടോ എന്ന് നോക്കിയിട്ടേ കയറ്റി വിടത്തുള്ളായിരുന്നു. ഒന്നും വേണ്ട. ഇപ്പം ദേഹത്തൊന്നും തൊടണ്ട. അല്ലാതെ തന്നെ ഗണ്ണ് പല സാധനങ്ങളുണ്ട്. അതെല്ലാം എന്താ പറയുന്നത്? ഇൻഫ്രാറെഡ്. അതെല്ലാം എന്താ പറയുന്നത്? തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ടു മെഷർ യുവർ ടെമ്പറേച്ചർ. നിന്നെ അളക്കാനുള്ളതാ ടെമ്പറേച്ചർ. We have the device called thermometer to measure your temperature. എന്നാ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ രാജാൻ പറയും. What is thermostat? തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രമീകരിക്കാനാണ്. ടു കൺട്രോൾ, നിയന്ത്രിക്കാനുള്ളത്. To control the temperature we have thermostat. തെർമോ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ തീരുമാനിക്കല്ല തെർമോമീറ്റർ ആണോ തെർമോസ്റ്റാറ്റ് ആണോ. Thermostat and thermometer both are different. തെർമോമീറ്റർ എന്തിനു വേണ്ടിയുള്ളതാ? Thermometer is to measure. എന്തായി എവിടം വരെ ഉണ്ടെന്നറിയാൻ. To measure the temperature. തെർമോസ്റ്റാറ്റ് എന്നറിയാമോ? നീ എന്തെങ്കിലും ആയിക്കോട്ടെ അതിനെ നിയന്ത്രിക്കാൻ. Whatever you are, thermostat is used to control. ഈ സാഹചര്യം പറയുന്നവൻ തെർമോമീറ്റർ.
Those who talk about circumstances are എന്നാൽ thermometers. സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നവൻ തെർമോസ്റ്റാറ്റാ. But those who are able to control നീ the വീട്ടിനകത്ത് circumstances പോയി are നിന്റെ thermostat. വീട്ടിനകത്തിരിക്കുന്ന ഫ്രിഡ്ജിനെയും എസിയും ഒക്കെ നീ തണുപ്പ് കൂടുതൽ വേണോ കുറവ് വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നിന്റെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ റിമോട്ട് വെച്ചിട്ട് നീ തെർമോസ്റ്റാറ്റിന്റെ സഹായത്താൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് പോലെ നിന്റെ സാഹചര്യത്തിന്റെ മേൽ നിനക്കൊരു നിയന്ത്രണമുണ്ടാകും. You need to have a control over your circumstance. എന്നിട്ട് നീ അളന്നിട്ട് പറയുക 100 ഡിഗ്രിയാ 104 ഡിഗ്രിയാന്ന് നീ പറയുന്നതിന് പകരം അല്ലെങ്കിൽ നിന്റെ അകത്തൊരു തെർമോസ്റ്റാറ്റ് ഉണ്ട്. അതിനെ നിയന്ത്രിക്കുന്ന ആത്മാവിന്റെ അന്തരീക്ഷത്തെ നീ വ്യാപരിപ്പിക്കുക. You have a thermostat in you that can control the spiritual atmosphere around you. Hallelujah. ഞാനൊരു കാര്യം കേട്ടോ, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് തെർമോമീറ്റർ ആകാനല്ല, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് തെർമോസ്റ്റാറ്റ് ആയിട്ടിരിക്കാനാ. God did not call you to be a thermometer. നിന്റെ വീട്ടിനകത്ത് സാഹചര്യത്തെ അളന്നിട്ട് നീ അത് പറഞ്ഞുകൊണ്ട് നടക്കിയല്ല. നിന്റെ വീട്ടിനകത്ത് സാഹചര്യം മനസ്സിലാക്കുമ്പോൾ അതിന്റെ മേൽ നിയന്ത്രണത്തെ വയ്ക്കുന്ന വ്യക്തിയായിട്ട് നിന്നെ മാറ്റിയത്. You should be the person who is able to control the atmosphere of your home. Hallelujah. Hallelujah. Change your position from thermometer to thermostat. നിന്റെ ഇപ്പോഴത്തെ തെർമോമീറ്റർ എന്ന് പറയുന്ന അവസ്ഥയിൽ നീ തെർമോസ്റ്റാറ്റ് ആയിക്കേ. Change your position from being a thermometer to a thermostat. വന്നിട്ട് ആരാധന അളന്നു നോക്കുക. എന്നിട്ട് ആദ്യത്തെ പാട്ട് അതല്ലായിരുന്നു പാടേണ്ടത്, അളന്നു. You come to worship and then you are measuring the kind of പ്രാർത്ഥന worship. ഈയിടെയായിട്ട് ആ പ്രാർത്ഥന അത് വളർന്നു. Why that prayer is made? You are just measuring it. അവിടെ ചെല്ലുമ്പം പള്ളിയിൽ പോയതുപോലെ, പള്ളിയിൽ പോയാലാണ്ട് പിന്നെ അമ്പലത്തിൽ പോയല്ലോ നിനക്ക് തോന്നണോ? I didn't feel like I went to church this morning. അവിടെ പോയത് എന്തോന്ന് അറിയത്തില്ല, പള്ളിയിൽ പോയതുപോലെ തോന്നുന്നു. പള്ളിയിലല്ലേ വരുന്നത്? എടാ നീ എത്ര നാൾ ഹാളെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ഈ പള്ളി തോന്നാത്തത്? ഹാള് ഏത് ഹാള്? അഡ്രസ്സും ഒന്നും ഇല്ലാത്ത ഹാളിൽ നീ പോയി. ഹാള് ദിവസം മാറി പോകത്തില്ലേ? വാടക കൊടുക്കാനില്ലാത്തപ്പോ ഹാള് മാറി വേറെ ഹാളായി. ഇത് പള്ളിയാ? പറ, പള്ളിയാണിത്. This is a church, not a hall that നിന്നെ ഇവിടെ നിന്ന് ആരും ഇറക്കി വിടത്തില്ല. ഇറക്കി വിടുവോ? Nobody will send you out of this place. നിന്നെ ഇറക്കി വിടണം, എന്നെ ആദ്യം ഇറക്കി വിടണം. You will not be sent out unless I am sent ഇത് out. വാടക കൊടുത്തിരിക്കുന്നതില് ദൈവത്തിന്റെ പദ്ധതിയാൽ ഉണ്ടാക്കപ്പെട്ടതായത്. This is not a place given for rent. This is made according to ആരാധന the കഴിയുന്ന purpose of God. സാധനമല്ല മാറി പറക്കി കെട്ടിക്കൊണ്ട് ആരണ്ടൊന്നും പോകുകയല്ല, എല്ലാം ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത്. We don't have to carry things out to worship. Everything നീ is in this വന്നത് place. ദൈവത്തിന്റെ ആലയത്തിലാണെന്നുള്ള ബോധം നിന്റെ അകത്തുണ്ടാകട്ടെ. You should have the understanding you come to the house of God. അതുകൊണ്ട് നീ ഇരിക്കേണ്ടതുപോലെ, നീ നിന്നെ തന്നെ ക്രമീകരിച്ച് ഇരിക്കേണ്ടതുപോലെ നീ ഇരിക്കണം ഇതിനകത്ത്. Discipline yourself and sit in this place. If you don't set your atmosphere for your life and for your house, and someone else will. വേറെ ആരെങ്കിലും കയറി അത് ചെയ്തോളെ. If you're not setting the tone of the നിന്റെ spiritual atmosphere, വീട്ടിനകത്തെ അന്തരീക്ഷത്തെ, നിന്റെ ജീവിതത്തിന്റെ അന്തരീക്ഷത്തെ നീ ഒരുക്കിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറി കൈകാര്യം ചെയ്തോളെ. if you don't set the atmosphere of your life and that of your family, someone else will do it for you. ഹല്ലേലൂയ. അതുകൊണ്ട് ബി എ തെർമോസ്റ്റാറ്റ്. നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷങ്ങളെ കൈകാര്യം ചെയ്യുന്ന തെർമോസ്റ്റാറ്റ് ആയിട്ടിരിക്കുക. Therefore be a thermostat that controls every circumstance. വൈകുന്നേരം ആവുന്ന സന്ധ്യയെങ്കിൽ എന്തോ ഒന്ന് ചേരുമെന്ന് കീർത്തനക്കാരൻ പറഞ്ഞ കരച്ചില്ല. സന്ധ്യ തീരുമ്പോഴത്തേക്ക് മെഷർ ചെയ്തു, തെർമോമീറ്റർ ആയി. By evening you are in tears, you became a കട്ടിലേലോട്ട് പോകുന്ന thermometer. തെർമോമീറ്റർ ആയിട്ടാ പോകുന്നത്. ഓ നശിച്ച ദിവസം തീർന്നല്ലോ, ഇത്രയും അനുഗ്രഹിപ്പെട്ടു, നീ ജീവനോടെ ഇരുന്നാലും ദൈവത്തിന് സ്വതന്ത്രം പറ. And then you are saying this ഇന്ന് രാവിലെ എഴുന്നേറ്റൊന്ന് ഞെളുവിരി കൊണ്ടേച്ച് പല്ലൊക്കെ തേച്ച് ഒന്ന് ഒരുങ്ങി ഇങ്ങനെ വരാൻ, ആരാധനയ്ക്ക് വരാൻ പറ്റിയ കർത്താവിന് നന്ദി പറ. give thanks to God you are able to wake up and come for worship this എന്തോരം morning. ദൂരമാണ് ആ മുടിയൻ മോന്റെ കൂടെ, എന്തോരം ദൂരമാ സൂസൻ സിസ്റ്റർ വന്നത്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ റോണിച്ചാന്റെ ചർച്ചിനകത്ത് പോയിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ കർത്താവേ സ്തോത്രം. What a blessed state it is to come to this church and hear the word of our pastor. നിങ്ങൾ എല്ലാരും കൂടെ പ്രാർത്ഥിച്ചാൽ മെതുശലേം ഇരുന്ന പോലെ ഞാൻ ഇരിക്കും. If you all pray, I will live long like Methuselah. കാര്യം ഇതിന് ശേഷം വെള്ളപ്പൊക്കം വരും, ആപത്ത് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് അതിനു മുമ്പിലുള്ള തലമുറ അടുത്തത് ഇവനിൽ കൂടി ഒന്നും ഇവൻ മരിച്ചാലേ പ്രയാസം വരത്തുള്ളൂ. അവൻ മരിക്കാതിരിക്കാൻ വേണ്ടി പറയാം. ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങളെല്ലാം ജീവനോടെ ഇരിക്കും. Methuselah lived long before the flood. Hallelujah. So you all pray that you Praise the live Lord. long. Hallelujah. 969 ഹല്ലേലൂയ 91 സങ്കീർത്തനം പറയുന്നത് പോലെ ഇന്ന് തെർമോസ്റ്റാറ്റ് ആയിട്ട് മാറിയ നിന്റെ ജീവിതത്തിലെ തെർമോസ്റ്റാറ്റ് ആയിക്ക്. ഹല്ലേലൂയ ഹല്ലേലൂയ. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എന്റെ രക്ഷ ഞാൻ അവന് അത് ഞാൻ സ്വീകരിക്കുന്നു. Be a thermostat and declare today that with long life
God will satisfy me. ഹല്ലേലൂയ. Hallelujah. ഈ ലൂക്കോസിന്റെ സുവിശേഷം 8:41, ഞാൻ ഇത് നിങ്ങൾക്കെല്ലാം പരിചിതമായിട്ടുള്ള ഭാഗങ്ങൾ എടുക്കുന്നത്. ലൂക്കോസ് 8:40 8-ാമത്തെ അധ്യായത്തിനകത്ത് മുമ്പോട്ട് വരുമ്പം ആമേൻ ഹല്ലേലൂയ, ജൈറസ് എന്ന് പറയുന്ന പള്ളിപ്രമാണി യേശുവിന്റെ അടുക്കൽ ചെല്ലുക. കാരണം 12 വയസ്സായ തന്റെ മകൾ രോഗം ബാധിച്ച മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണ്. യേശുവിന്റെ അടുക്കൽ ചെല്ലുകയാണ്. കർത്താവേ ഒന്ന്, അപ്പൊ കർത്താവ് ഞാൻ വീട്ടിലോട്ട് വരാം. In Luke chapter 8:41 we read about Jairus who comes to Jesus. 41-ാമത്തെ വാക്യം നിങ്ങൾ കണ്ടോ? എല്ലാം ഉള്ളവൻ യേശുവിന്റെ കാൽക്കൽ വീണു. 41. There came a man named Jairus who was a ruler of the synagogue. He fell down at the feet of Jesus and besought him that he would come into his house. എല്ലാം ഉള്ളവൻ പ്രമാണി കാൽക്കൽ വീണു. He was a ruler falling at the feet of Jesus. ഇല്ലാത്തവൻ വീട് നമുക്ക് മനസ്സിലാകും, ഉള്ളവൻ വീഴുമോ? If you have everything, will you fall at the feet of Jesus? എന്താ കാര്യം എന്നറിയോ? അവന്റെ അകത്തൊരു താഴ്മ ഇരിപ്പുണ്ട്. Because there is a humility. അവൻ യേശുവിനെ കണ്ടത് എന്നെക്കാളും വലിയവനായിരുന്നു ഇവൻ കണ്ടത്. And he saw Jesus as someone ആ താഴ്മ നിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നീ അവനെ കർത്താവേ എന്ന് വിളിക്കും. If you have that humility, you will call. അവൻ പറഞ്ഞു, യേശുവേ കർത്താവേ, എന്റെ മോൾ, അവന്റെ പ്രശ്നം പറഞ്ഞു. Jesus, my daughter, and then he narrated the problem. പ്രശ്നം പറയുമ്പോ യേശു പറഞ്ഞു വീട്ടിലോട്ട് പോവാ. And then Jesus said, let's go home. ആമേൻ ഹല്ലേലൂയ. താഴ്മയുള്ളവന് കൃപ ധാരാളമായിട്ട് ലഭിക്കും. Those who are humble receive grace. നിങ്ങളോട് ദൈവം എതിർത്തു നിൽക്കും, താഴ്മയുള്ളവനെ ദൈവം കടാക്ഷിക്കും. Those who are pride, God resists. And പത്രോസ് 5:5 എഴുതി. പത്രോസ് 5:5 പറയുന്നത് താഴ്മയുള്ളവന് ദൈവം കൂടുതൽ കൃപ കൊടുക്കും. He will become more humble. Those who are humble, God gives more grace according to verse Peter. യേശു കർത്താവിന്റെ ലോർഡ്ഷിപ്പ്, കർത്തൃത്വം അംഗീകരിച്ചു കഴിഞ്ഞാൽ കർത്താവ് വീട്ടിൽ വന്നെന്ന് ഉറപ്പാക്കിക്കോണം. If you have received the lordship of Jesus, he's come to your house. യേശു വീട്ടിൽ വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് നടക്കുമ്പോൾ തണ്ടറ രക്തസ്രാവക്കാരിയായ ഈ പെൺകുട്ടി, ഈ സ്ത്രീ അവിടെ വന്നു. And when he was walking, and there comes a woman with the issue of blood. അവിടെ പുറകെ കൂടെ വന്ന് യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടു. യേശു നിന്നു, രക്തസ്രാവം നിന്നു, പുരുഷാരം നിന്നു. അന്നേരം വരെ ക്ലാസ് എടുപ്പായി, പ്രസംഗമായി, സാക്ഷ്യം പറച്ചിലായി, സമയം പോവാ. And then she went behind and touched the hem of the garment of Jesus. Jesus stood, the crowd stood, and her flow stopped, and then Jesus is beginning to preach. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇന്റേണൽ അറ്റ്മോസ്ഫിയർ ഓഫ് ജൈറസ്, അവന്റെ ആത്മീയ ആന്തരിക അന്തരീക്ഷത്തിന് മാറ്റം വന്നില്ല. But the internal atmosphere of Jairus did 10 പ്രാവശ്യം not ഇങ്ങനെ change. വലിച്ചിട്ടു വാച്ചേ നോക്കിയില്ല. അവന്റെ ആന്തരിക അന്തരീക്ഷം അങ്ങനെ നിർത്തി. കാര്യം യേശു പറഞ്ഞു വീട്ടിൽ വരാം. Jairus was not restless. He did not keep looking at the watch because Jesus അവന്റെ gave a word. I will come home. ഇനീഷ്യൽ ആദ്യത്തെ ദാഹം കെട്ടുപോയില്ലെന്ന്. His initial hunger did not go down. അവന് മനസ്താപോ ഫ്രസ്ട്രേഷനോ അവന് നിരാശയോ ഒന്നും അവനെ ബാധിച്ചില്ല. He was not frustrated. He was not disappointed. കാരണം യേശു പറഞ്ഞു ഞാൻ വീട്ടിൽ വരാമെന്ന്. Because Jesus said, I will come home. അവനൊരു വാക്ക് പറഞ്ഞാൽ ചെയ്യുന്നവനാണെന്ന് ഇവന് മനസ്സിലായി. He knew that if Jesus says a word, he will do it. ആമേൻ ഹല്ലേലൂയ. വസ്ത്രത്തിന്റെ അഗ്രം തൊട്ട് സൗഖ്യമാകുന്ന സാക്ഷ്യം കേട്ടവൻ അവൻ അറിയത്തില്ലേ, എന്നാൽ യേശു എന്റെ വീട്ടിൽ വന്നാൽ എന്റെ വീട്ടിനകത്ത് മരണമല്ല ജീവനൊഴുകും. Doesn't he know that when Jesus comes, my house will not have death but will have life? അതൊക്കെ ചിന്തിച്ചിട്ട് അവനങ്ങ് ചാർജ്ഡ് ആയി. He got charged up. അവന്റെ അന്തരീക്ഷത്തെ അവൻ ക്രമീകരിച്ചപ്പോൾ അവൻ തന്നെ ശക്തനായി. When he controlled his atmosphere, he became strong. പെട്ടെന്നാണ് അടുത്ത വാർത്ത വരുന്നത്. വീട്ടിൽ നിന്ന് ഒരാൾ ഓടി വന്നേച്ച് പറയാ, ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, കുഞ്ഞ് മരിച്ചുപോയി. Then comes the news, do not trouble the master, your child is dead. അടുത്തിരിക്കുന്ന ആളോട് പറ, അത് പറഞ്ഞവന്റെ അഭിപ്രായമാണ്. That is the opinion of the one who said നോക്കി പറ, ഇപ്പം വന്ന വാർത്തയില്ലേ, അത് വാർത്ത കൊണ്ടുവന്നവന്റെ അഭിപ്രായമാണ്, അവന്റെ അഭിപ്രായമല്ല യേശുവിന്റെ വാക്കുകൾ. That is the opinion of the person who started, but not the opinion of Jesus. പറഞ്ഞവന്റെ അഭിപ്രായമാണ്, ഞാനതല്ല. That is not the truth. നീ ഉയർന്നു വരത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞത് അവന്റെ അഭിപ്രായം, ഞാനതല്ല. Somebody said you will never come up. That's his opinion, not that. കുഞ്ഞേ, നീ ഒരിക്കലും നന്നാകത്തില്ലെന്ന് ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവന്റെ അഭിപ്രായം, ഞാൻ അതല്ല. Somebody said you will never be good. That's his opinion. That's not you. അങ്ങനെ ആയിരുന്നു ഞാൻ എന്നെ ഇത് മടക്കിയിട്ട് ഞാൻ വേറെ പണിക്ക് പോയെന്നറിയാമോ? എന്നെ നോക്കി പ്രാഗ്യവരെ ഉള്ളൂ. പക്ഷെ എനിക്കറിയാം യേശു എന്നെ തെരഞ്ഞെടുത്തതാണ്.
If I were to hear such words, I would have closed the shop and gone somewhere. There were so many who cursed me. ഉടനെ യേശു പറഞ്ഞു, അല്ല നീ ഞാൻ പറഞ്ഞു just believe what I told you. ഞാൻ പറഞ്ഞത് നീ ഒന്ന് വിശ്വസിച്ചു. Believe what I told you. ഞാൻ എന്തോ നിന്നോട് പറഞ്ഞത്? What did I tell you? എന്നിൽ വിശ്വസിക്കുക. Believe in me. അതാണ് ആന്തരിക അകത്തെ ഇന്റേണൽ അറ്റ്മോസ്ഫിയർ. അവന്റെ ആന്തരിക അന്തരീക്ഷം യേശുവിനോട് കണക്റ്റഡ്. His internal atmosphere was connected to Jesus. വാർത്ത കേട്ടപ്പോൾ ഇപ്പോൾ അല്പം ഒന്ന് ഡൗൺ ആയി കാണും. പക്ഷെ അവൻ പറയും യേശു വീട്ടിൽ വരുമല്ലേ. Probably he was upset. മരിച്ചെന്ന വാർത്തയെങ്കിലും അവൻ പറയാണ് യേശു വീട്ടിൽ വരികയല്ലേ. Jesus is coming home. യേശു വീട്ടിൽ വരികയാണെന്ന് വിശ്വസിക്കുക മാത്രം ചെയ്തെന്ന് പറഞ്ഞ വാക്കിലോട്ട് നോക്കി അവൻ പിന്നെയും ചാർജ്ഡ് ആയി. He believed in the word that Jesus is coming home and got charged up again. ആമേൻ, ഹല്ലേലൂയ. ചത്തുകിടക്കുന്ന വിഷയം യേശു ഉണ്ടെങ്കിൽ ജീവിക്കുമെന്ന്. The matters that are dead will come to life in the presence of Jesus. ആമേൻ, നിന്റെ ചത്തുകിടക്കുന്ന വിഷയം യേശുകൊണ്ട് ജീവിക്കുമെന്ന്. All the dead situation of your life will come to life when Jesus comes. ഹല്ലേലൂയ. നീ പറഞ്ഞ നെഗറ്റീവ് അല്ല, നിന്റെ അകത്തെ ആന്തരിക അന്തരീക്ഷം നീ മെച്ചപ്പെടുത്തുക. Get the spiritual atmosphere in you better. വല്ലവന്റെ അഭിപ്രായം കേട്ടത് നീ അവിടെ നിൽക്കരുത്. Don't stand with the opinion of people. ഹല്ലേലൂയ. ഗുരുവിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞെടുത്താണ് നീ എന്തോ ചെയ്യണമെന്ന് അറിയാം. എക്സ്പെക്ട് മിറക്കിൾ. അത്ഭുതം നീ പ്രതീക്ഷിച്ചോ. Miracle where somebody said don't trouble the master. ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട എന്ന് പറയുമ്പോ നീ പറയുവാണ് ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നില്ല, ഞാൻ അത്ഭുതം പ്രതീക്ഷിക്കുന്നു. I am not troubling the master. Supernatural. പ്രകൃതി അതീതമാകുന്ന എന്റെ ഭവനത്തിൽ സംഭവിക്കും. Oh, supernatural things in your home. ഡൗൺ ആകാതെ ജൈറസ് യായിറോസ് ഡൗൺ ആയി പോകാതെ ചാർജ്ഡ് ആയി. Jairus did not go down, he got charged up. Amen. Believe in me. ആ വാക്കുകൾ കേൾക്കുക. Believe in me. യേശു പറയും. ആമേൻ. യേശു നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, അങ്ങോട്ട് ചെന്നപ്പോൾ ഭയങ്കര കരച്ചിൽ കേൾക്കാം. പിന്നെ നീ ഡൗൺ ആകാനുള്ള സാധ്യതകൾ വരും. There was a huge cry as he approached the house. Chances of you going down. മുമ്പേ പറഞ്ഞവന്റെ അഭിപ്രായത്തെ അറ്റസ്റ്റ് ചെയ്യുന്ന കരച്ചിൽ. The cry that attests the opinion നീ of the ചാർജ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ പിന്നെ നിന്നെ ഡൗൺ ആക്കുന്ന ന്യൂസുകൾ. News that pulls you down when you are charged up. അപ്പോൾ യേശു പറഞ്ഞ വാക്കിലേക്ക് നീ നോക്കണം. Believe in me. And listen to the word Jesus said. Believe. നീ യേശുവിനെ നോക്കിയാൽ യേശു പുറമോട്ടല്ല കാല് വയ്ക്കുന്ന, മുമ്പോട്ട് നിന്റെ വീട്ടിനകത്തേക്ക് കാല് വയ്ക്കുന്നത് നീ കാണണം. You must see Jesus taking a step into and your he is house. stepping into your home. നിന്റെ വീട്ടിനകത്തേക്ക് അവൻ വരുന്നത് നീ കാണണം. You must see Jesus stepping into your house. യേശു യായിറോസിനെ പിടിച്ചു. ആമേൻ. യേശു യായിറോസിനെ പിടിച്ചു. Jesus took hold of Jairus. എന്നിട്ട് യായിറോസിനോട് പറയാ, I am coming in. ഞാൻ അകത്തോട്ട് വരുവാ. And then said, I am coming inside. ആർക്കെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? നീ ഇല്ല എന്ന് പറയുന്ന ചിന്തിക്കുന്ന ഇടത്തേക്ക് യേശു കാല് വെച്ച് കയറുകയാണ്. When you say it's nothing, Jesus is placing his feet inside. Hallelujah. Hallelujah. വീട്ടിനകത്ത് കരച്ചിലിന്റെ ശബ്ദമായിരിക്കും. കരച്ചിലിന്റെ ശബ്ദ atmosphere of crying. Sound of weeping in your house. നിങ്ങൾ നോക്കിയേ, അന്തരീക്ഷം കരച്ചിലിന്റെ അന്തരീക്ഷമാ. Oh, the sound of weeping in your house. പല ചോദ്യങ്ങൾ അതിന്റെ മുമ്പിൽ, പല ചോദ്യങ്ങൾ അതിന്റെ മുമ്പിൽ എഴുന്നേറ്റ് വരും. Many questions rise up in front of them. പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തായി? What happened when you went to pray? സ്നാനപ്പെട്ടിട്ട് എന്തായി? What's the use of baptism? ഞാൻ അന്നേ പറഞ്ഞതല്ലേ, I told you that day. ഈ ഏടാകൂടത്തിലൊന്നും ചാടല്ലെന്ന്. Don't get into this trouble. പക്ഷെ യേശു അതൊന്നുമല്ല പറയാ. യേശു പറയുന്നത് എന്നിൽ വിശ്വസിക്കുക. But Jesus says, believe in me. യേശു പറയുന്നത് do not fear. നീ ഭയപ്പെടരുത്, എന്നിൽ വിശ്വസിച്ച്. Jesus says, do not fear, believe in me. ചിലർക്ക് ഇതല്ലേ ഏടാകൂടമാണ്. People think that this is a big trouble. മനസ്സിലായോ? ചിലർക്ക് ഇത് ഏടാകൂടമാണ്. Some people consider this as a nuisance or a trouble. മനസ്സിലായി? ഈ മധു പാസ്റ്റർ ഇവിടെ വരുന്ന പറഞ്ഞേ അവൻ പലരും പറയുന്നുണ്ടായിരിക്കും ഏടാകൂടം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, എടാ കൂടാമെന്നാ പറഞ്ഞത്. I didn't say it's a nuisance. I say come and join with me. ഞാൻ പറഞ്ഞത്, ഞാൻ ഓരോരുത്തരെ നോക്കി പറഞ്ഞ എടാ കൂടാമെന്ന് പറഞ്ഞപ്പം വല്ലവനും പറയും എടാ കൂടം അല്ല, എടാ കൂടം ഞങ്ങൾ we fellowship. we have a strong fellowship.
We are here to fellowship with you. ഹല്ലേലൂയ. Hallelujah. നീ വന്നിരിക്കുന്ന ശക്തിയേറിയ ഒരു ആരാധനയ്ക്കകത്താന്ന് വിശ്വസിച്ചാൽ, If you believe that you come into a powerful worship, യേശു എന്നെ വിളിച്ചു, എടാ നമുക്കൊന്ന് കൂടാമടാ. Jesus called me, come, let's meet with each other. യേശു വിളിച്ചത് എടാ കൂടാവുന്ന. Jesus says, come, I'll meet with you. അതിനെ നീ ഏടാ കൂടാമാക്കരുത് കേട്ടോ. Don't make it a ഇതിനകത്ത് ഇരിക്കുന്ന nuisance. എല്ലാവരോടും ഞാൻ പറയാം, നീ പുറത്തിറങ്ങി ഇതിനെ ഏടാ കൂടാമാക്കരുത്, കാര്യം ഞാൻ തല്ലി ഓടിക്കും. Don't create trouble in this place. ഹല്ലേലൂയ. എന്റെ പേര് കേസെടുത്താലും കുഴപ്പം, എടാ കൂടാമെന്ന് വിളിച്ചെടുത്ത് നീ ഇതിനെ എടാ കൂടാമാക്കിയാൽ ആമേൻ ഹല്ലേലൂയ, നീ നേരെ ചൊവ്വേ നടക്കത്തില്ല. പിന്നെ If you create trouble, it will harm you. ചില ഭീഷണി ഇരിക്കട്ടെ. Let me warn you. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മീയ അന്തരീക്ഷത്തെ ശക്തിപ്പെടുത്തിക്കും. Strengthen your spiritual atmosphere. വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നു കണ്ടോണേ, വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നു. See how Jesus is entering Jairus' യേശു house. പറഞ്ഞ ജൈറസിനെ അവന്റെ ഭാര്യയും കൂടി കൂട്ടി. And Jesus called Jairus and his wife. മനസ്സിലാക്കുന്നുണ്ടോ? Do you Which understand? means love, സ്നേഹം. Which means love. ഭാര്യയെയും യായിറോസിനെയും കൂടെ യേശു അകത്തോട്ട് കൂട്ടി. Jesus brought Jairus and his wife in. എന്നിട്ട് പറഞ്ഞു, 3 of you, Peter, James and John, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, And they then he are called the faith, വിശ്വാസം എന്ന് പറയുന്നത്. Peter, James and John പ്ലസ് മീ, ഞാനും മതി. and me. That is enough. വേറെ എല്ലാത്തിനെ പുറത്താക്കും. Send everybody out. അവൻ ഈ മുറിക്കകത്ത് സ്നേഹവും വിശ്വാസവും കൂടെ നിന്നാണ്ടല്ലോ, അവൻ മരിച്ചു കിടക്കുന്ന എഴുന്നേറ്റ് വരും. If love and faith is combined in this room, what is that will come to life? സ്നേഹവും വിശ്വാസവും കൂടെ ചേർന്നാൽ എന്തുമാണ് പ്രവർത്തിക്കാത്തത്? അത്ഭുതങ്ങൾ നടക്കും. Miracles will happen. ആമേൻ. ബാക്കിയുള്ളതിനെ പുറത്താക്കി. Expel everything else. Out. Expel. Get everything else out of the room. We are going to create something. And then he says we are going to create something. യേശു പറയുന്നത് അതിലെ പുറത്തേക്കട്ടെ, അവനൊന്നും കാണണ്ട, നീ കാണണം, നീ കാണണം. നിങ്ങളുടെ സ്നേഹം, ഈ കുഞ്ഞിനോടുള്ള സ്നേഹം നിങ്ങളത് കാണണം. മരിച്ചു കിടക്കുന്ന ബാല തലീത ഭൂമി എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് വരുന്നത് നീ കാണണം. നീ കാണണം, നീ കാണണം, നീ കാണണം. You must see the child rising up. ഭർത്താവ്, നിന്റെ വീട്ടിനകത്തെ അത്ഭുതം നീ കാണണം. You must see the miracle in your own house. അല്ലാണ്ട് ആരാണ്ട് ഫോൺ ചെയ്തിട്ട് പറയാ കുഞ്ഞ് എഴുന്നേറ്റായിരുന്നേ, അല്ലല്ല. ആരാണ്ട് ഫോൺ വിളിച്ച് ഭാര്യ ഭർത്താവിന് ഫോൺ ചെയ്തിട്ട് പറയാം, ചായ എഴുന്നേറ്റായിരുന്നു. അല്ല, നിങ്ങൾ സ്നേഹമുള്ളവരാണ്, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണണം. With your own eyes you must see. മിനിസ്ട്രിയിൽ നിൽക്കുന്നവര്, ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിയവര്, നീ പത്രോസാണോ, യാക്കോബാണോ, യോഹന്നാണോ, നീ കാണണം അത്ഭുതം നടക്കുന്നത്. Those who are standing in ministry, are you Peter, James or John? You must see it. അത്ഭുതം കാണണമെങ്കിൽ ലവും ഫെയ്ത്തും ഒരുമിച്ച് വരണം. For you to see miracle, love and faith should be joined together. ദൈവത്തിന്റെ സ്നേഹം ഞാൻ ആഴത്തിൽ കണ്ടത് കൃപ മനസ്സിലായപ്പോഴാണ്. I saw the love of God deeply when I understood His എനിക്ക് അതുകൊണ്ട് ഇവനെ grace. ക്രൂരനായ ദൈവമായിട്ട് പറയാൻ എനിക്ക് വരത്തില്ല. I cannot portray Him as a cruel And God. I will never say he is such a cruel God. അല്ല, എന്റെ ദൈവം സ്നേഹം തന്നെയാണ്. I can never say He is cruel. He is full of love. അവൻ നിന്നോട് പകരം ചോദിക്കുന്നവന് അവൻ നിന്റെ തെറ്റുകളും സ്നേഹം കൊണ്ട് മറച്ചു പിടിച്ചു നിന്നിൽ അത്ഭുതങ്ങളെ ഉണ്ടാക്കും. He covers your offenses with love and create miracles in you. Hallelujah. അത്ഭുതം കാണാൻ ആഗ്രഹമാണ്. Do you want to experience such a miracle? നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു പറയാൻ പറ്റാത്ത ഒരു അത്ഭുതം കാണാൻ ആഗ്രഹമുണ്ടോ? സ്നേഹത്തിലേക്ക് വരിക. Do you want to see such miracles? സ്നേഹത്തിലേക്ക് വരിക. Come into His love. Hallelujah. Hallelujah. എങ്ങോട്ടാ വിളിച്ചത് ഇപ്പം? എങ്ങോട്ടാ വിളിച്ചതെന്ന് അറിയാമോ? മുറിക്കകത്തോട്ടല്ല വിളിച്ചത്, സ്നേഹത്തിനകത്ത് അത്ഭുതം ചെയ്യുന്ന കാണാൻ. He did not call them into the room, call them into love. നിന്നെ വിളിച്ചത് എങ്ങോട്ടാ? മുറിക്കകത്തോട്ടല്ല വിളിച്ചത്. നീ കാണുന്ന നിന്റെ വിശ്വാസത്തിൽ, ഞാനാകുന്ന വിശ്വാസം നിന്റെ കൂടെ ഇത്രയും നാളും നടന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലാകണം, മരണം അവസാനമല്ല, മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ട്. There is a life beyond death, and you must understand that. Hallelujah. Hallelujah. Amen. Hallelujah. അറ്റ്മോസ്ഫിയർ മാറും. Atmosphere will change. ഇവിടുത്തെ അന്തരീക്ഷം മാറും. Atmosphere will change. മരിച്ച അന്തരീക്ഷം മാറും. മരണത്തിന്റെ അന്തരീക്ഷം മാറി. Oh, the atmosphere of death is changed. മുമ്പേ ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആരാധന കൊളമാക്കാം, ഇങ്ങനെ ഇരുന്നാൽ മതി. You can destroy worship by your ഒന്നും പ്രതികരിക്കാതെ പാട്ടൊക്കെ പാടുമ്പോ ഇങ്ങനെ ഇരുന്നാൽ മതി. മുമ്പേ ഇരുന്ന ഇങ്ങനെ ഇരുന്നാൽ മതി. മുമ്പേ കയറിയിരിക്കുമ്പോ ഓർത്തോണം, നിന്നെ മുമ്പിൽ ഇരുത്തിയിരിക്കുന്നത് നീ
പ്രതികരണ ശേഷിയുള്ളവനായി. അത് നീ പുറകിലിരുന്നാലും മുമ്പിലിരുന്നാലും താണത്തേക്ക് ഇരിക്കുക, ഐസായിട്ടിരിക്കല്ല, നീയാണ് ഒരു കോൺഗ്രേഷൻ നടത്തുന്നത്. You must respond to worship and the word. That's why you are here at the front. നിന്നെ മുമ്പിൽ ഇരുത്ത്, നിന്നെ അകത്ത് കേട്ടത് നീ ആ ജീവൻ കാണാനാ. You are brought to the front. You are brought inside to see life. നീ നിസ്സംഗനായി ഇരിക്കാനല്ല, നിസ്സംഗതയിൽ ജീവിതം തുടരാനല്ല, നിന്റെ അന്തരീക്ഷത്തെ മാറ്റുക. You are not supposed to continue as a helpless person. Change your atmosphere. അനങ്ങാതിരുന്നാൽ അങ്ങനെ ഇരിക്കും, അനങ്ങാതിരുന്നാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. If you are unshaken, you will remain like that. ഹല്ലേലൂയ. എനിക്കൊരു സംശയം, ഞാനായിരുന്നെങ്കിൽ യേശു എന്നെ വിളിക്കുമായിരുന്നു? I had a doubt, if it was me, would Jesus call me? യേശു എന്നെ അകത്ത് കയറ്റുമായിരുന്നു? Would Jesus call me in? യേശുവിനോട് പറയാം, റോണി കം ലെറ്റ്സ് ഡു ഇറ്റ്. Would Jesus call me and say, Ronnie, come, let's do it? എന്ന് ഓർത്തോണമേ, നിന്നെ അകത്തോട്ട് കയറ്റുമോ? Would Jesus call എടാ, me നെഗറ്റീവ് പറയുന്ന നിന്നെ അകത്ത് കയറ്റുമോ? You നീ are talking നെഗറ്റീവ് പറഞ്ഞോണ്ടിരുന്ന നിന്നെ അകത്ത് കയറ്റുമോ? Will Jesus call you in? എടാ, അവൻ വിളിക്കുന്നിടത്തെല്ലാം പോകാൻ നീ നിന്റെ വിശ്വാസം എങ്ങനെയല്ലേ വർദ്ധിച്ചത്? How did your faith increase? You നീ are ready to go യേശുവിനെ with him. കണ്ടപ്പോ ഇത്രയും നാൾ നീ പ്രമാണി കളിച്ചിരുന്ന നീ യേശുവിനെ കണ്ടപ്പം കാൽക്കൽ വീടില്ലേ, നിന്നെ ഉറപ്പായി അകത്ത് കയറ്റും. You were a ruler, but now you fell at the feet of Jesus. Surely he will call you inside. വീട്ടിൽ ഇരുന്നോണ്ട് ഭാര്യയോട് പറഞ്ഞു, മോളെ കുഞ്ഞിന് ഏതായാലും സുഖമില്ലല്ലോ, ഞാൻ സിനഗോഗിലെ വലിയ പുള്ളിയൊക്കെയാണ്, ഞാൻ അന്ന് പോയി, അന്ന് യേശു എല്ലാരും പറയുന്നു അവൻ അത്ഭുതം ചെയ്യുന്നതാണ്, നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ഉടനെ അവള് പറഞ്ഞു, അച്ചായ പോച്ച, എന്തിനാണ് ഈ പ്രമാണം പിടിച്ചോണ്ടിരിക്കുന്നത്? അവന്റെ അടുക്കലേക്ക് ചെന്ന അവൻ ഉറപ്പായും അത് മനസ്സിലായി യേശുവിന്. Probably he told his wife, I am a ruler of the synagogue, let me just go and see Jesus. And the wife would have encouraged him, yes, don't hold on to the law, go and see Jesus. യേശുവിന് മനസ്സിലായി, യേശു അതുകൊണ്ട് ഭാര്യയെ കൂടെ അകത്തിയിട്ടു. And Jesus understood wife was encouraging, ചെയ്യുന്നതിനല്ല so ഉടക്ക് brought പറയുന്ന her in. ഭാര്യമാരുണ്ടെങ്കിൽ ഭർത്താവിന് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലെന്നർത്ഥം. If there are strong wives, nobody can do anything to the husband. എന്തോ ചെയ്താലും ഉടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ അടുക്കൽ ഏത് യേശു വരാനാ? But if your wife is opposing you for everything, what good can come to you? ആരാധനയ്ക്ക് സഹായത്തിന് നിൽക്കുന്ന യേശുവിനെ കണ്ടുമുട്ടാൻ സഹായത്തിന് നിൽക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് സൂപ്പർ നാച്ചുറലായ മരിക്കുമെന്ന് പറയുന്നിടത്ത്, മരിച്ചെന്ന് പറയുന്നിടത്ത്, പാട്ടുപാടുന്നിടത്ത് ജീവന്റെ സമൃദ്ധി. If there are wives who will encourage you in worship, the wife and the husband together will see the abundance of life and supernatural miracles. ഒരു ആഗ്രഹമുണ്ട് ഈ അത്ഭുതത്തിന്റെ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം എനിക്കും കാരണമെന്ന്. If you desire to get into the atmosphere നിന്റെ of വീടിനകത്തെ miracles, പ്രശ്നം തെർമോമീറ്റർ ആയിട്ടിരുന്ന് പറയാതെ നീ ഇന്നൊരു തെർമോസ്റ്റാറ്റായി അത്ഭുതത്തിലേക്ക് കയറുക. be a thermostat and step into the miracle. ഹല്ലേലൂയ. Hallelujah. അറ്റ്മോസ്ഫിയർ ഓഫ് പ്രോസ്പെരിറ്റി, ധനസമൃദ്ധിയുടെ അന്തരീക്ഷത്തിലേക്ക് കയറുക. Get into the atmosphere of prosperity. ആമേൻ. ഹല്ലേലൂയ. ദൈവികമായ വർദ്ധനവിലേക്ക് നീ കയറുക. Get into divine increase. ആമേൻ. ഹല്ലേലൂയ. സൗഖ്യത്തിന്റെ മേഖലയിലേക്ക് നീ കയറുക. Step into healing. ആ കൃപയുടെ നിറവിലേക്ക് നീ കയറുക. Get into the fullness of your grace. ഓ, അന്തരീക്ഷത്തിനകത്തേക്ക് നീ കയറുമ്പോൾ നിനക്ക് മഹത്വം വെളിപ്പെട്ടു വരും. When you step into that atmosphere, his glory will be revealed. അവിടെ you will experience holiness. എന്താണ് ഈ വിശുദ്ധി എന്ന് നിനക്ക് മനസ്സിലാകും. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ അവൻ എന്നെ വിശുദ്ധനാക്കിയതാണ്. There you will begin to experience holiness. അല്ല, നീ വീട്ടിലോട്ട് വിശുദ്ധനാകാൻ ശ്രമിക്കുകയല്ല, നിനക്ക് വിശുദ്ധനാകാൻ അറിയത്തില്ല. പക്ഷെ ഒരു സമയം വരും, അവന്റെ വിശുദ്ധിയെ നീ ദർശിക്കുമ്പോൾ അവൻ നിന്നെ വിശുദ്ധനാക്കിയത് നിനക്ക് മനസ്സിലാക്കും. You don't know holiness, but he will keep you holy, and then you will know. ഹല്ലേലൂയ. Hallelujah. ഒന്ന് പറ, യേശുവേ എന്നെയും കൂടെ വീടിനകത്തേക്ക് കയറ്റണമേ. Jesus, let me also come into that house. ആമേൻ. എന്നെ പുറത്ത് നിർത്തരുത്. അത്ഭുതം നടക്കുന്ന വീട്ടിനകത്ത് എന്റെ വീടിന്റെ അന്തരീക്ഷത്തെ അത്ഭുതത്തിന്റെ അന്തരീക്ഷമാക്കണമേ. Jesus, let my house have the atmosphere of miracles. Don't expel me. ഞാൻ ഈ പിള്ളേരെ നോക്കിയിട്ട് ബോംബെയിൽ ഇവരുടെ വീട്ടിനകത്ത് മെഡിക്കൽ സ്റ്റോർ ആയിരുന്നു. And Bombay, മെഡിക്കൽ സ്റ്റോർ. our house was a medical store full of medicines. ആ മിന്നാമോളും ജോഷുമോനും എന്തുമാത്രം മരുന്ന് കഴിച്ചതാ. മെഡിക്കൽ സിസ്റ്റത്തിനകത്ത് കിടന്നവര് യേശു പുറത്തു കൊണ്ടുവന്നു. We were bound in medicals and medicines, and God brought us out of it. ഇടയ്ക്കിടയ്ക്ക് തോന്നും ഇപ്പം പിന്നെ എന്താ പഴയ ഒന്ന് പിടിച്ചാത്തോന്നിറങ്ങി ഞാൻ കണ്ണൂരിട്ടും.
If there is a temptation to go back, I will roll my eyes. ഹല്ലേലൂയ. എന്നാ ടെംപ്ടേഷൻസ് നിന്റെ പിന്നാലെ വരുമ്പോഴാണ് നീ ഡൗൺ ആകുമെന്ന് തോന്നുമ്പോൾ യേശുവിന്റെ വാക്കുകളെ നീ ഓർത്തോണം. When you are about to go down, remember the word of Jesus. Believe in me. Believe in me. And now you come in. നീ അകത്തേക്ക് കയറി വാ. And now come inside. ഹല്ലേലൂയ. Hallelujah. അടുത്ത വാക്കെന്നറിയോ? തലീത കുമി. Next word is Talitha Kumi. അങ്ങനല്ല കൊച്ചു കാണിച്ചത്. തലീത കുമി എന്ന് പറഞ്ഞ ബാലെ ആയിക്കോടാ പറഞ്ഞേ. ബാലെ ലിറ്റിൽ ഗേൾ യു കം അപ്പ്. റൈസ് അപ്പ് എന്നല്ല പറഞ്ഞത്. നീ ഉറങ്ങുകയാണ്. നീ ഇപ്പൊ ഉറങ്ങുക. You are now sleeping. നീ ചത്തിട്ടില്ല, നീ ഉറങ്ങുകയാണ്. നീ എഴുന്നേക്കാനെത്തുന്നു. Rise up, you are not sleeping. Hallelujah. Wake up my bro. If you are sleeping, wake up my sis. എഴുന്നേക്ക്. നിന്റെ ഉറക്കത്തെയെല്ലാം നീ ഒന്ന് കുടഞ്ഞു കളഞ്ഞേ. നിന്റെ ക്ഷീണത്തെല്ലാം കുടഞ്ഞു കളഞ്ഞേ. Shake off your tiredness. എന്നിട്ട് step into that prosperity. ആ ധനസമൃദ്ധിയിലേക്ക് കാല് വെച്ച് കേറ്. And step into that prosperity. നീ അത് പ്രാപിച്ചെടുക്ക്. Receive it. Hallelujah. Hallelujah. Thank you, Jesus. ഇപ്പൊ നിന്റെ ഈ അന്തരീക്ഷത്തിലുള്ള ബാറ്റിലില്ല, നിന്റെ യുദ്ധമില്ല. നിന്റെ അന്തരീക്ഷത്തിലുള്ള യുദ്ധത്തിനകത്ത് നീ ജയിക്കണം. You have to win in that battle of your atmosphere. നിന്റെ അന്തരീക്ഷം യുദ്ധത്തിന്റെ അന്തരീക്ഷം. Battle is that the atmosphere is a battle. നീ ജയിക്കണം. നീ ആ അന്തരീക്ഷത്തെ മാറ്റണം. You have to win. You have to change. അന്തരീക്ഷത്തെ മാറ്റണം. You have to change the atmosphere. Change your atmosphere. Change it. മാറ്റ്. Change the atmosphere. അതിനെ കാൽക്ക വീഴാൻ പറയുന്നത്. That's why you Go have to before the Lord. അവന്റെ ലോർഡ്ഷിപ്പിനെ, അവന്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുക. അവന്റെ കാൽക്കൽ വീഴുക. എല്ലാം നീ കളയുക. Let go of everything, fall at the feet of the Lord Jesus and receive his lordship. Hallelujah. Hallelujah. How to maintain that spiritual atmosphere at home. നിന്റെ വീടിനകത്ത് എങ്ങനെയാണ് ഈ ആത്മീയ അന്തരീക്ഷത്തെ നീ നിലനിർത്തുക? വേഗത്തിൽ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം. I want to quickly mention how to maintain the spiritual atmosphere. നിങ്ങളുടെ വീടിനകത്ത് ഈ ആത്മീയ അന്തരീക്ഷത്തെ എങ്ങനെ നിലനിർത്തണം? How to maintain the spiritual atmosphere ഒരു of your 4 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. Quickly mention 4 things. ഈ 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കസേരയുടെ 4 കാല് പോലെ ചിന്തിച്ചാൽ മതി. Think about the 4 legs of a chair. 3 കാലേ ഉള്ളെങ്കിലോ? What if there are only 3 legs? അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. Somehow you can adjust and sit. അല്ലേ? ഒരു കാലില്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. പക്ഷെ നന്നായിട്ടിരുന്ന് താഴ്പ്പും. You can adjust and sit properly, it will fall. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളുകളെ 4 കാലും വേണം. You need all the 4 legs. നിങ്ങൾ ഇരിക്കുന്ന കസേരയ്ക്കെല്ലാം 4 കാലില്ലേ? The chair you are seated has 4 legs. നിങ്ങൾ ഇരിക്കുന്ന കസേരയ്ക്കെല്ലാം 4 കാലില്ലേ? ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുന്നത്. സപ്പോസ് 3 കാലേ ഉള്ളായിരുന്നു, നിങ്ങൾ എങ്ങനെ ഇരുന്നേനെ? ഒരിടം ചരിച്ചിരുന്നേനെ. ഓട്ടോറിക്ഷക്കാരന് ഓട്ടോ ഓടിക്കുന്ന പോലെ ഇരുന്നേനെ. If it had only 3 legs, you would have had to bend it. ഇപ്പൊ നല്ല എല്ലാം കണ്ടില്ലേ, എല്ലാം വിട്ടിട്ടിരിക്കുന്ന കണ്ടില്ലേ? No, you are freely sitting because you have 4 അതുപോലെ legs. ആകണം നിന്റെ വീടിന്റെ അന്തരീക്ഷം. That's how your spiritual atmosphere ഒന്നാമത്തെ should കാര്യം, be. ദൈവം നല്ലവനാണെന്നുള്ള ബോധ്യം അകത്ത് വരണം. Understand that God is good. എന്ന് പറഞ്ഞാൽ അവൻ ദോഷങ്ങളൊന്നും ചെയ്യത്തില്ലെന്ന് നിനക്ക് പൂർണ്ണമായിട്ട് നീ തിരിച്ചറിയണം. You need to understand he doesn't do evil. ഹല്ലേലൂയ. ആ ബോധ്യം നിന്റെ അകത്ത് വരണം. You need to have that understanding. നീ സംസാരിക്കുമ്പോൾ ദൈവം നല്ലവനാണെന്നുള്ളതും അവൻ ദോഷം ചെയ്യത്തില്ലെന്നുള്ള ബോധ്യം നിന്റെ അകത്ത് വരണം. You need to have the understanding that God is good. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് രണ്ടാമത്തെ കാര്യം നീ ചിന്തിക്കണം. You need to understand that nothing is impossible with the Lord. Nothing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nothing ഒന്നും അവൻ അസാധ്യമായിട്ടില്ല. Which means nothing is impossible. അല്ലേ? അതല്ലേ nothing എന്ന് പറയുന്നത്. Nothing is what? Nothing is impossible for. അല്ലേ? Nothing is impossible. നിങ്ങൾ അത് കട്ട് ചെയ്തിട്ട് പറയാ no thing is impossible. Which means nothing is impossible. മനസ്സിലായോ? ദൈവത്തിന് ലൂക്കോസ് 1:37 എഴുതിയ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? Is there anything impossible for the Lord? ഉൽപ്പത്തിയിലൊക്കെ പറയുന്നുണ്ട് കർത്താവിന് കഴിയാത്ത അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? Is there anything impossible? ഹല്ലേലൂയ. Hallelujah. മൂന്നാമത്തെ കാര്യം, the centrality of cross of Jesus Christ. ക്രൂശിനെ കേന്ദ്രീകരിക്കുന്ന ജീവിതമാണ്. It should be centralized on the cross of Jesus. ആമേൻ. ഹല്ലേലൂയ. ആ വാക്കാണ് യോഹന്നാൻ 19:30 പറയുന്നത് it is finished. എല്ലാം നിവൃത്തിയായി. That is what is mentioned in John 19:30. It is finished. കാര്യം പിതാവിൽ നിന്നുള്ള അകൽച്ച എന്നേക്കുമായി അവൻ ഇല്ലാതാക്കി.
He has destroyed the distance from the Father. ആമേൻ. ഹല്ലേലൂയ. പിതാവിനോടുള്ള സമാധാനം അവൻ മൂലം എനിക്കുണ്ടായി. And the peace that I have is mine through him. ആമേൻ. ഹല്ലേലൂയ. അതിനുവേണ്ടി അവൻ ശത്രുവിന്റെ തലയെ തകർത്തു തരിപ്പണമാക്കി. Destroyed the head of the enemy for that. ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം എനിക്ക് സാധ്യമാക്കി. He gave free access to the presence of God. ആമേൻ. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. വേറെ ഒന്നിനും എൻ്റെ മേൽ അവകാശമില്ലെന്നുള്ള ബോധ്യത്തിൽ ഞാൻ ജീവിക്കണം. I must live in the understanding that nothing else has authority over me. ഒന്നാമത്തെ കാര്യം ദൈവം നല്ലവനാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കണം. First, I must live in the understanding that God is good. രണ്ടാമത് നീ ചിന്തിക്കണം, എൻ്റെ ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. Secondly, I must believe that there is nothing impossible for God. വല്ലവന്റെ വാക്ക് കേട്ടായിരിക്കും അവന്റെ അഭിപ്രായമാണ് എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. No matter what others say, nothing is impossible. ഞാൻ അതുകൊണ്ട് എന്റെ അടുക്ക വന്നിരുന്ന് ഈ ഇങ്ങനത്തെ വർത്താനം പറഞ്ഞു ഞാനൊന്നും സമ്മതിക്കത്തില്ല. കാര്യം പറയും എനിക്കറിയാം എന്റെ ദൈവം ആരാണ്. I will never accept negativity because I know who my God is. പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും എനിക്ക് എടുക്കണ്ടേ. I am pretty sure who is my God. എന്റെ ദൈവം ആരാണെന്ന് ഞാൻ നല്ലതായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. I am pretty sure who my God is. പാസ്റ്ററെ അങ്ങനല്ലെന്ന് പറഞ്ഞു എന്റെ അടുക്ക വരരുത്. എനിക്കറിയാം എന്റെ ദൈവം ആരാണ്. I know who my God is. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നീ എന്നോട് പിണങ്ങിയാലും നീ എന്നെ ഇനി പുറകിന്ന് കുത്തിയാലും എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ്. Whether you love me or no, whether you stab me from the back, I love you. നീ പുറകിൽ ഇരുന്ന് വർത്താനം പറ, എന്റെ മുമ്പിലോട്ട് വന്നിരുന്ന് വർത്താനം പറ, അന്നേരം ഞാൻ കാണിച്ചു തരാം എന്റെ ദൈവം ആരാന്ന്. You come ahead and speak to me, I will show you who my God is. നീ അവിടെ പോയിരുന്ന എന്നെ കുറിച്ച് അതൊന്നും പറയാതെ you come before me, എന്റെ മുമ്പിൽ വന്നിരുന്ന് നീ 1 2 3 എന്ന് പറ, അന്നേരം ഞാൻ പറയാം എന്റെ ദൈവം ആരാണ്. You don't go around and speak ill of me. Come before me and speak. ഒത്തിരി വർഷങ്ങളായാലും കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇവൻ നല്ലവരാണെന്ന് ഞങ്ങൾ കണ്ടതാ. I have seen that he is a good God in my last 20 years of my life. അവൻ അസാധ്യമായ ഒന്നുമില്ലെന്ന് ഞങ്ങൾ കണ്ടതാണ്. We have seen that there is nothing impossible. നീ ഇന്നലത്തെ മീശൻ ചുരുട്ടിക്കൊണ്ട് എന്റെ അടുക്ക വന്നു കഴിഞ്ഞാൽ ഞാൻ പേടിച്ചു പോകുന്ന വ്യക്തിയല്ല. എന്റെ ദൈവം നല്ലവരാണ്. അവൻ എന്നെ കൈക്ക് പിടിച്ചവരാണ്. My God is good. I won't be intimidated by you. He has held my hands and led me. നീ എന്നെ എന്തോ വേണേലും പറഞ്ഞു, ഞാൻ പറയും യേശു ക്രൂശിൽ സകലം ചെയ്തതെന്ന് ഞാൻ പറയും. No matter what you say, I will say he's finished everything. എനിക്കതിന്റെ ബോൾഡ്നെസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ യേശു കുരിശിൽ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടിയും ഈ വഴിയെ നടക്കുന്ന എല്ലാവരും വേണ്ടി മരിച്ചതാ. I have the boldness to say that my Jesus died for me and you and everyone on the earth. നിന്റെ കയ്യിലിരിക്കുന്ന ലഘുലേഖകളാണ് ഇവയെ പാപിയാക്കുന്നത്. നിന്റെ സംസാരമാണ് ഇവരെ പാപിയാക്കുന്നത്. ഇവൻ ദൈവത്തിന്റെ സ്വന്തമാ. The little notes that is in your hands is what is making you a sinner. അവനെ ബോധവൽക്കരിക്കുന്നതിന് പകരം അവനെ നീ പാപിയായി ചിത്രീകരിക്കുന്നതുകൊണ്ടാണ് അവൻ പാപിയായിട്ടിരിക്കുന്നത്. Don't portray him as a sinner but give him the understanding. Because Jesus said it is finished. എല്ലാം കാൽവറിയിൽ അവൻ യാഗമാക്കി തീർത്തത് സകല മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയാ. Jesus said it is finished on the cross for the salvation of all mankind. ബോധവൽക്കരണമാണ് നടത്തേണ്ടത്. സുവിശേഷ വേദന ബോധവൽക്കരണമാണ്. You need to make the person understand. ഇത് പറയുന്നത് നിനക്കിതറിയാൻ വയ്യാത്തോണ്ട് നീ ബോധമില്ലായ്മ പറഞ്ഞുകൊണ്ട് നടക്കും. The one who is speaking doesn't know, so you keep on talking nonsense. ബോധമില്ലാത്തത് പറയാനല്ല പറഞ്ഞത്, നിനക്ക് ബോധ്യമായത് പറയണം. എന്റെ യേശു കാൽവറിയിൽ മരിച്ചത് എനിക്കും നിനക്കും വേണ്ടിയാണ് സഹോദര. Say with understanding, my Jesus died for you and me. നീ പുകവലിക്കുന്നതാ കുറ്റം കാണുന്നത്, നീ മദ്യപിക്കുന്നതാ കുറ്റം കാണുന്നത്, ഇവന്റെ അകത്തെ ഏഷണി, ഇവന്റെ അകത്തെ അസൂയ, ഇവന്റെ അകത്തെ ദേഷ്യം, ഇതൊന്നും നീ കാണുന്നില്ലല്ലോ. You are only considering smoking and drinking as a big problem. You don't see jealousy in the other person. കള്ളുകുടിച്ചവനെ കാണുമ്പോൾ ഏതും തോട്ടത്തിലെ പാമ്പ് കണ്ടിറങ്ങി വരുന്നു. When you see a drunkard, you consider വേദപുസ്തകം പറയുന്നു പാമ്പിന്റെ തല എന്നേക്കുമായി അവൻ തകർത്താന്ന് പറയുമ്പോൾ നമ്മൾ പാമ്പിനെ ജീവിപ്പിച്ചു കൊണ്ടിരിക്കുക, മകടി ഊതി കൊണ്ടിരിക്കുക. The Bible says the head of the serpent is കേൾക്കുന്നുണ്ട് crushed. എന്നെ? നീ മകടി ഊതിയാണ് ഈ പാമ്പിനെ എഴുന്നേൽപ്പിക്കുകയാണ്. മകടി ഊതി ഇത് ചത്തു തൊലഞ്ഞു പോയതാ. ഇത് You are calling back the serpent to rise up again, one that is already crushed by the Jesus. ഇന്ന് ഓരോരുത്തന്റെ തലമണ്ടയ്ക്കകത്താണ് ഈ വിഷം ഇരിക്കുന്നത്, തലയ്ക്കകത്ത്. കാര്യം നീ ഇട്ടിരിക്കുന്ന ബോധം അവന്റെ തലയ്ക്കകത്ത് വിഷമായി പോയി. Because of the wrong understanding, there is poison in the head of people. അവന് ബോധം കൊടുത്ത് നീ ദൈവത്തിന്റെ സ്വന്തം, നീ ദൈവത്തിന്റെ കുഞ്ഞാമുത്തേ. Given the right എടാ understanding, കള്ളുകുടിക്കാരാ, കള്ളുകുടിയനെ, നീ ദൈവത്തിന്റെ കുഞ്ഞാടാ. നീ എത്ര അനുഗ്രഹിക്കപ്പെട്ടവനാടാ, നീ എത്ര ഭാഗ്യമുള്ളവനാടാ. യേശു നിനക്ക് വേണ്ടി മരിച്ചതാന്നുള്ള ബോധ്യം കൊടുത്ത് അവനെ അതിലെ ഉപേക്ഷിക്കും. When you look at a drunkard, give him the understanding you are a child of God. Jesus loves you. He will let go. നമ്മൾ ചെയ്യുന്നത് നമ്മൾ പേടിച്ച് ഇന്ന് രാത്രിയിൽ കർത്താവ് വന്നാൽ വിറപ്പിച്ച് അവൻ പേടിച്ച് അവനാണ്ട് പെട്ടുപോകും. Instead of scaring him,
വിബ്രാറ്റോ ഇട്ട് കളിക്കുക. രാത്രിയിൽ നീ അവിടെ കാണുമോ? നീ കാണുമോ? പറയുന്ന നീ അവിടെ കാണുമോ? നീ ഉണ്ട്, ഞാനും ഉണ്ട്. ധൈര്യത്തോട് പറഞ്ഞ്, എടാ നീ പറയുന്ന നീ ഉണ്ടെങ്കിൽ ഞാനും ഉണ്ട്. അടുത്തിരിക്കുന്ന ആളോട് പറ, ഒത്തിരി വിറപ്പിക്കണ്ട. എന്റെ ദൈവം വിറപ്പിക്കുന്ന ദൈവമല്ല, സ്നേഹിക്കുന്ന ദൈവം. ഒത്തിരി വിറപ്പിക്കണ്ട കേട്ടോ. വിറപ്പിക്കുന്ന മുഴുവനും വെറുപ്പിക്കാൻ വേണ്ടിയാ. നമ്മൾ ഇത്രയും നാളുകൊണ്ട് ആൾക്കാരെ വിറപ്പിച്ച് വെറുപ്പിച്ചു, വെറുപ്പിച്ചെല്ലാവരെയും. എന്റെ തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശമാണ്. തടവറയിൽ കൊല്ലത്തെ കുണ്ടറയല്ല, കുണ്ടറകളിൽ കിടക്കുന്നവനോട് ഞാൻ സ്വാതന്ത്ര്യം പ്രസംഗിക്കും. To declare freedom unto those who are in prison. ഇരുട്ടായിട്ടിരിക്കുന്ന കണ്ണുകളെ ഞാൻ തുറക്കും. Open the blind eyes. ഹല്ലേലൂയ. 42 യെശയ്യാ 42ന്റെ 8. Isaiah 42:6. 6 കാണിച്ച്. യെശയ്യാ 46ന്റെ 6. 42ന്റെ 6. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും അന്ന് എന്ന് പറഞ്ഞ് നാളെ ഇനി വണ്ടി കയറി അങ്ങോട്ട് പോകല്ല. കുണ്ടറയ്ക്ക് പോയി. പാസ്റ്റർ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ കുണ്ടറയിൽ ആരാണ്ടൊക്കെ ഇരിപ്പുണ്ടെന്ന്. പിന്നെ അതാ ഇനി സാലിസ്റ്റർ ഇനി മാറ്റാനുള്ളത് ആ വാക്കൂടെ ഉള്ളു മാറ്റാൻ. എന്തുവാ? കർത്താവായ ഞാൻ. യായിറോസിനെ വീട്ടിലോട്ട് ചെന്നത് ആരാണ്? യായിറോസിന്റെ വീട്ടിലോട്ട് പോയത് ആരാ സാലി സിസ്റ്ററെ? കർത്താവെന്നോ? എന്നാ ഇവിടെ അങ്ങനെ അങ്ങ് വായിച്ചാൽ മതി. ഇപ്പൊ ആരാണ് നിയോഗിച്ചിരിക്കുന്നത്? നീതിയോടെ വിളിച്ചത് ആരാണ്? കേട്ടോ, പിന്നെ തട്ടതാണ്. അതൊരു അടി കൊടുത്താലേ ശരിയാകട്ടെ. അതൊരു അടിക്കുള്ള വകുപ്പുള്ളത് കൊണ്ട് കൈ നീട്ടിക്കേ. ഇത് വേണം, എനിക്കിത് ആവശ്യമാണ്. പാസ്റ്റിനെ ഓർത്തിരിക്കുക. കേട്ടോ, താങ്ക് യു പറഞ്ഞു കേട്ടില്ലേ? എനിക്കൊരു ഉമ്മ തരണം തോന്നുന്നുണ്ടോ? എനിക്കൊരു ഉമ്മ തരണം തോന്നുന്നുണ്ടോ? 3 വയസ്സിന് വ്യത്യാസമേ ഉള്ളത്. ഹല്ലേലൂയ. എന്തിനാ അങ്ങനെ ചെയ്യുന്നറിയാമോ? നമ്മുടെ അകത്തെല്ലാം പഴയ ബോധ്യം നഷ്ടപ്പെട്ടു പോവാ. ബോധ്യം പോയ ഒരു സാധനം കിടപ്പുണ്ട്. നിങ്ങൾ കേട്ടില്ലേ സാലിസ്റ്റർ എന്നാ പറഞ്ഞ? പാസ്റ്റർ എല്ലാരും ഉണ്ടല്ലോ എന്നാ. എവിടെ ഇരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരാനാ? കുണ്ടറയിലിരിക്കുന്നവർ. ഹല്ലേലൂയ. കർത്താവായ ഞാൻ നിന്നെ നീതിയോടെ. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ച് നീതിയോടെ വിളിച്ചവൻ എന്തോ ചെയ്യും? പറയുന്നേ, എടാ നിന്നെ നീതിയോടെ വിളിച്ചവൻ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന നിന്നെ കൈ പിടിച്ച് അവൻ നിന്നെ കാക്കും. He who called you in righteousness will hold you. നിന്നെ എന്താക്കി മാറ്റും അവൻ? What will he make out of you? നീ എവിടെ ഇരിക്കുന്നു അന്തരീക്ഷത്തെ മാറ്റുന്നവനാക്കി നിന്നെ മാറ്റും. He will make you a person who can change the atmosphere. നിന്റെ ജനത്തിന്റെ നിയമം ജാതികളുടെ പ്രകാശമാക്കും. You will become a light to the Gentiles. നിന്നെ യായിറോസ് നീ പ്രമാണിയാണ്, നിന്നെ ഞാൻ പ്രകാശമാക്കും. Jairus, you are a ruler. I will make you a light to the Gentiles. നാലാമത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഐ ആം സിഗ്നിഫിക്കന്റ്. എനിക്ക് പ്രാധാന്യമുണ്ടെന്നുള്ള ബോധ്യം എനിക്ക് വേണം. ഐ ആം സിഗ്നിഫിക്കന്റ്. I need to understand that I am significant. യേശുവിൽ ഞാൻ ഭയങ്കര പുള്ളിയാണെന്ന്. In Jesus I am significant. നിങ്ങളുടെ എല്ലാം അകത്ത് ആ ബോധ്യം വരണം. യേശുവിൽ ഞാൻ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയല്ല. യേശുവിൽ ഞാൻ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ്. In Jesus I am most significant. ഞാൻ യേശുവിനെ കാണുമ്പോൾ വണങ്ങും, കാൽക്കൽ വീടും. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ തല ഉയർത്തി നിൽക്കും. When I see Jesus I will bow down and fall at his feet. Because I am significant. But I will ഞാൻ പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയാണ്. I am significant before others. Hallelujah. Hallelujah. Praise the Lord. Hallelujah. തന്റെ പുത്രനെ അയച്ച് അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നീ വിലയുള്ള വ്യക്തിയാ. He sent his son and redeemed you by the precious blood of Jesus. You are valuable. ജീവിതത്തിൽ നീ കശക്കപ്പെട്ട് കാണും, നീ ചവിട്ടി മെതിക്കപ്പെട്ട് കാണും, നിന്റെ മേൽ ചെളി വാരി വീറിക്കാണും, പക്ഷെ നിന്റെ വില നഷ്ടപ്പെടത്തില്ല. Maybe you were stamped over, maybe mud was slung upon you, but you are valuable. Because you are significant. You are
വ്യക്തിയാ കുഞ്ഞെ. You are important. നിന്റെ അകത്ത് ഈ ബോധ്യം വന്നാണ്ടല്ലോ നീ എങ്കം മുട്ടുമടക്കത്തില്ല. If you have this right understanding, you will not bow ഇതാ before ക്രിസ്തീയ anything. ജീവിതം. This is ക്രിസ്തീയ Christian ജീവിതം. life. വല്ലവന്റെ അഭിപ്രായം കേട്ട് ജീവിക്കരുത്. നീയാണ് ഏറ്റവും മാന്യനായ വ്യക്തി. You are the most honorable person. Don't live on the opinion of others. സഹോദരങ്ങളെ, നിങ്ങളുടെ അകത്ത് ഈ ബോധ്യം വന്നാണ്ടല്ലോ നിന്റെ അന്തരീക്ഷം മാറും. If you have this understanding, your atmosphere will And change. you will enjoy creative miracles. അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കും. And you will see creative miracles in your life. ഇത്ര സ്നേഹനിധിയായവൻ നിന്റെ അടുക്കൽ താൻ ഇറങ്ങി വന്നത് നിന്നെ അത്ഭുതം കാണിക്കാനാ. Oh, the Lord came down before you to show you miracles. ഒന്ന് കണ്ണുകളെ അടച്ച് ഒന്ന് പ്രാർത്ഥിച്ച് അതാത് ഇടങ്ങളിൽ ഇരുന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് നിന്റെ അന്തരീക്ഷത്തെ മാറ്റിക്ക്. Begin to pray that your atmosphere പ്രാർത്ഥിച്ചേ മോനെ, പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. അന്തരീക്ഷങ്ങൾ മാറട്ടെ. പ്രാർത്ഥിക്കുക. Oh, let your atmosphere change. Hallelujah. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക.